എന്നോട് ഇന്നേ വരെ വഞ്ചേട്ട ഒരാള് മോളെ നീ ഇങ്ങനെ ഒന്നും സംസാരിക്കരുത്, അല്ലെങ്കിൽ നീ കുറച്ച് അച്ചടക്കം ഒതുക്കും, ഇങ്ങനെ ഒരാളെ എന്റെ ജീവിതത്തിൽ ബേസിക്കലി ഈ കുടുംബക്കാരാണെങ്കിലും നാട്ടുകാരൊന്നും അങ്ങനെ എന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ വരാറില്ല. അയ്യോ അഡ്വഞ്ചർ സ്റ്റാർ എന്നിട്ടിടേണ്ടി വരും. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നതിന് കുറെ ആൾക്കാർ വെറുതെ ഒക്കെ കാണുന്ന ആൾക്കാർ ചോദിക്കായിരുന്നു സുഖാണോ അങ്ങനെയൊക്കെ. ഇതിന്റെ പെട്ടെന്നില്ലാത്തൊരു കെയറിങ്. മറ്റേ ഹാപ്പി വെഡിങ് എന്ന് പറഞ്ഞ പടത്തില് സോഫിയ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തിട്ട് എല്ലാവരുടെ വിചാരം എന്റെ പേര് സോഫിയ എന്നാണ്. ഇനി മുതൽ ആൾക്കാർ എന്നെ സിൻഡ്രല്ല എന്ന് വിളിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. ഇന്ദ്രജിത്ത്, പൃഥ്വിരാജ്, അതിൽ ഫസ്റ്റ് ഇന്ദ്രജിത്തിന്റെ കൂടെ. അപ്പൊ അതിലൊരു സീനുണ്ട്, ഫസ്റ്റ് വന്നിട്ട് ഹായ് ആന്റണി എന്നിട്ട് ഹഗ് ചെയ്യും. അപ്പൊ ചിലവർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. അതാണ് സിനിമയുടെ പരിപാടി. ടാലന്റ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി ഫാക്ടർ മാത്രമാണ്. ലക്ക് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്. ഇപ്പൊ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളിൽ നിന്നും ഇവരെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റാർ പദവി വരുമ്പോഴാണ്. എന്നോട് പല ഇന്റർവ്യൂസിൽ ആളുകൾ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഭക്ഷണം ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്കുള്ള സൗകര്യങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇവരൊക്കെ ഇവരുടെ തുടക്കകാലത്ത് നരകിച്ചിട്ടുണ്ടാവും. ടു ബി വെരി ഫ്രാങ്ക്, എനിക്ക് തോന്നിയിട്ടുണ്ട്. നമസ്കാരം, ഞാൻ കണ്ടതാ സാറേ സിനിമയുടെ വിശേഷങ്ങളുമായി 3 അതിഥികൾ ചെയ്തു. നമസ്കാരം. സത്യമായിട്ട് ഞാൻ കണ്ടതാ, ശരിക്കും കണ്ടത്. എന്താണ് കണ്ടത്? അത് പിന്നീട് 100 ദിവസം കണ്ടാലും കുഴപ്പമൊന്നുമില്ല. അതെ, ശരിക്കും പറഞ്ഞാൽ ഞാൻ ടൈറ്റിൽ കേൾക്കുമ്പോൾ നമ്മൾ സ്ഥിരം കേൾക്കുന്ന പോലെ ഒരു പോലീസ് സ്റ്റേഷനിൽ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു കോടതിയിലൊക്കെ പറയുന്ന ഒരു ഡയലോഗ് പോലെ ഞാൻ കണ്ടതാ സാറേ. അത് തന്നെയാണ് എൻ്റെ ഒരു പ്ലോട്ട്. അത് അതെ, ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തി ഒരു അസാധാരണമായ സംഭവം കാണുകയും അത് ഒരു സാക്ഷിയാണ്. അപ്പോൾ അത് പറയാൻ പോകുന്നതാണ്. ഞാൻ കണ്ടതാ സാറേ എന്ന് പറയാൻ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു. പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാകുന്ന അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ സംഭവങ്ങളിലേക്ക് ഒക്കെയാണ് ഈ കഥ. സുഖം, സുന്ദരം, ഒതുങ്ങിപ്പോയി. അതെ അതെ, അടിപൊളിയായിട്ട് പോകും. വേഗാനന്ദരൊക്കെ കഴിഞ്ഞിട്ട് ക്ഷീണത്തിൽ അതെ ആ ക്ഷീണം ഇതിൽ. പിന്നെ എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് വന്നത്? എന്താണ് കഥാപാത്രം? എന്താണ്? ഞാൻ ഈ സിനിമയിലേക്ക് വന്നത് ശരിക്കും പറഞ്ഞാൽ കൺട്രോളർ മുരുകൻ ചേട്ടനാണ് വിളിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് വരുൺ ചേട്ടനെ അറിയാം. ഞങ്ങൾ പത്മ എന്ന് പറഞ്ഞ സിനിമയിൽ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു തോന്നുന്നില്ല നിങ്ങളുടെ? അതെ, ഇവരുടെ പെട്ടെന്നുള്ള തീരുമാനത്തിൽ പെട്ടെന്നൊരു കോള് വരികയും സിനിമയിൽ ഇങ്ങനെ ഒരു റോൾ ഉണ്ടെന്ന് പറയുകയും അങ്ങനെയാണ് സിനിമയിലേക്ക് വരുന്നത്. പിന്നെ ദീപു ചേട്ടൻ ഒക്കെ വിളിച്ചിട്ടാണ് സ്ക്രിപ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നത്. എൻ്റെ ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതുവരെ ചെയ്തതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ലുക്ക് വൈസ് ആണെങ്കിലും പിന്നെ കഥാപാത്രത്തിൻ്റെ മൊത്തത്തിലുള്ള രീതികളാണെങ്കിലും കഥാപാത്രം തന്നെ വ്യത്യസ്തമായിട്ടുള്ളതാണ്. അപ്പോൾ ഇതുവരെ ഞാൻ ചെയ്തിരുന്നത് ഭയങ്കര ഒരു ഡിഫറൻസ് ഉള്ള അന്തരം എന്ന് പറയാം, ഒരു അതെ താത്വികമായി പറയണെങ്കിൽ മലയാളത്തിൽ വലിയ പാണ്ഡിത്യം ഇല്ലാത്തതുകൊണ്ട് പണ്ഡിതനായ കഴിഞ്ഞ പടത്തിൽ മുൻഷിയായിരുന്നു അല്ലെ പത്മയില്. അപ്പം അത് വെള്ളി വീഴാൻ പാടില്ലല്ലോ, അപ്പൊ സൂക്ഷിച്ച് സംസാരിക്കണം. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ്. കൂടുതലൊന്നും തിരിച്ചു മറിച്ച് വെച്ചാലും പറയരുത്, പ്രത്യേകമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ ഉള്ളതുകൊണ്ട് റിവീൽ ചെയ്യാൻ. അതെ എന്റെ കൂടെ ഉള്ള എല്ലാരും ഞെട്ടും. അങ്ങനെ ആവട്ടെ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പുതിയ സിനിമയിൽ ഒരു തുടക്കം തന്നെ കുറിക്കാൻ ലീഡ് ക്യാരക്ടറിലെ ഭയങ്കര സന്തോഷത്തിലാണ്. പിന്നെ തീർച്ചയായിട്ടും ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. സൂപ്പർ മൂവി. അത് മീൻസ് ഈ ഒരു ക്രൂ കൂടെ അഭിനയിക്കാൻ പറ്റിയത് തന്നെ, ഇവരുടെ കൂടെ തന്നെ ഇങ്ങനൊരു മൂവി ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാരും ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും അല്ല, സംഭവിച്ചു. ഭയങ്കര ത്രില്ലാണ്. 2 മൂവി ചെയ്തിട്ടുണ്ട്. അത് ഞാനേ ഉള്ള അതിൻ്റെ അകത്ത് പുതുമുഖം. സത്യം പറഞ്ഞ എല്ലാവരും ആർട്ടിസ്റ്റാണ്. അപ്പൊ എനിക്ക് ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. കാരണം അത്രയും വലിയ ആർട്ടിസ്റ്റ് വാല്യൂ ഉള്ളൊരു മൂവിയുടെ അകത്ത് എനിക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സംഭവം തന്നെ.
ആ ഫെയർ അല്ലേ? അല്ല എന്ത് പറഞ്ഞാലും ഇവിടെ നോക്കണമല്ലോ, ഡയറക്ടറിന്റെ അടുത്ത് ചോദിക്കണമല്ലോ. തീർച്ചയായും. എങ്ങനെയുണ്ടായിരുന്നു സെറ്റിൽ നമ്മൾ ഇന്ദ്രിയത്തേട്ടൊക്കെ? ഒരു പുള്ളിക്കാരൻ എന്ന് പറയുമ്പോൾ ഒരു സർട്ടൈലായിട്ടൊരു ആക്ടറാണ്. അഭിനയിക്കുന്ന സമയത്ത് എന്റെ ക്യാരക്ടർ നിൽക്കുക, അല്ലാത്ത സമയത്ത് വേറെ പൂള നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം. എങ്ങനെയുണ്ട് സെറ്റിലൊക്കെ? എങ്ങനെയായിരുന്നു ഇത്? എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം ഭയങ്കര പേടിയായിരുന്നു, എങ്ങനെ അഭിനയിക്കുമ്പോൾ എങ്ങനെയാണ് എനിക്ക് തെറ്റുമെന്നൊക്കെ. പക്ഷേ പുള്ളിക്കാരൻ ഇങ്ങനെ വന്നിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചു തരും, ഇങ്ങനെ ചെയ്യും നല്ലതായിരിക്കും എന്നിങ്ങനെ പറയും. എന്നാലും അതേ കണക്ക് നമ്മൾ ചെയ്യും. ഭയങ്കര സപ്പോർട്ടീവായിരുന്നു, നല്ല ഭയങ്കരമായിട്ട്. നമുക്ക് ആ ഒരു പുതിയ ഒരാൾ വന്ന് ചെയ്യുമ്പം ഇത്രയും വലിയ ആർട്ടിസ്റ്റ് നമ്മളെ അക്സെപ്റ്റ് ചെയ്ത് ഇങ്ങനെ നമ്മുടെ കൂടെ നിൽക്കുക എന്ന് പറയുന്നത് വലിയ സംഭവമാണ്. അപ്പം എനിക്കിങ്ങനെ പറഞ്ഞു തരും, ഇങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ഡയലോഗ് പ്രസൻറ്റ് ചെയ്യുന്നൊക്കെ പറയും. എന്നിട്ട് നമുക്ക് ആ തരുന്ന ആ ഒരു കോൺഫിഡൻസ് പറയാൻ അറിയിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് നല്ല നല്ല സൂപ്പറായിട്ട് അങ്ങ് മിങ്കിൾ ചെയ്തങ്ങ് പോകാൻ പറ്റുന്നുണ്ടായിരുന്നു. അതെ 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 അതെ. പിന്നെ സാറിനെ കൂടെ നോക്കും, സാറിന്റെ സ്ക്രീനിൽ നോക്കുമ്പോൾ സാറിന്റെ മുഖത്ത് വരുന്ന ഭാവാഭിനയങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും ഓക്കെ ഒരുപാട് ടേക്കൊന്നും എടുക്കണ്ടേ അങ്ങനെ. അന്നേടാ ഒരു സിനിമ എന്ന് പറയുന്ന സ്വപ്നം അത് എല്ലാവർക്കും ഉണ്ടാവും. ഫസ്റ്റ് സ്ക്രീനിൽ കാണുമ്പോൾ എൻ്റെ പേര് ഒന്ന് കണ്ടിരുന്നെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു മൊമെന്റ് തൊട്ടേ നമ്മുടെ സിനിമയുടെ ആഗ്രഹം തുടങ്ങുന്നതാണ്. അത് യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഇത്രയും പാടുണ്ടായിരുന്നു എന്ന് ചില പോയിന്റിലേക്ക് ഈ സിനിമയിൽ ചെയ്യുന്നപ്പോൾ അപ്പോഴേ തോന്നിയിരുന്നോ ഏതെങ്കിലും പോയിന്റിൽ? കാരണം വലിയൊരു കാസ്റ്റ് ഉണ്ട്, ഇത് ഇന്ദ്രിയത്തേട്ടനുണ്ട്, ബേച്ചനുണ്ട്. അതൊരു ബുദ്ധിമുട്ടായിട്ടില്ല, അത് ഭയങ്കര ഹെൽപ്പായിരുന്നു. കാരണം നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്, ആ കഥയിലൂടെ എന്താണ് അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതിനെ നമ്മൾ ചിന്തിക്കുന്നതിൽ ഒരു 2 പടി മുകളിൽ പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റിനെ കിട്ടാൻ വളരെ ഭാഗ്യം. ഇന്ദ്രേട്ടനെ ഫസ്റ്റിലെ ആദ്യത്തെ സീൻ കഴിയുന്നതിനുള്ളിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പുള്ളി ക്യാരക്ടറായി മാറി. പിന്നെ ഒന്നും ചെയ്യണ്ട, സീൻ കൊടുത്താൽ മതി. ചെറിയ ഇങ്ങനെ വളരെ ചെറിയ സ്ഥലങ്ങളിൽ മാത്രമേ പറയുന്നുള്ളൂ. ബൈച്ചേട്ടനൊക്കെ ആണെങ്കിൽ പിന്നെ പുള്ളിക്ക് ഭയങ്കര ആവേശമല്ലേ ക്യാരക്ടർ, പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുള്ളി സ്ക്രിപ്റ്റ് കേട്ടിട്ട് പുള്ളിയുടെ തന്നെ ഒരു പഴയ ഫ്രണ്ട് കടപ്പുറത്തേക്കുള്ള തിരുവനന്തപുരത്തുള്ള ഒരു ഫ്രണ്ടിനെ അയാളുടെ ലുക്കും അത് വെച്ച് അങ്ങനെ ചെയ്യാന്നുള്ളത് രാത്രി 2 മണിക്ക് എഴുതിയിട്ടുള്ളത്. ഇങ്ങനൊരു സാധനം ചെയ്യാൻ അങ്ങനെ ഒരു ആവേശമാണ് പുള്ളിക്കാർക്ക്. അങ്ങനെ അതിൻ്റെയൊക്കെ ഒരുപാട് അവരുടെ ഒരു സപ്പോർട്ട് ഒരുപാടുണ്ട്. ഇന്ത്യയൊക്കെ ഒരു ഷൂട്ടിംഗ് ഷവർ ഇങ്ങനൊരു ഐഡിയ തോന്നി, നമുക്ക് അത് ചിന്തിച്ചേർന്ന് പറഞ്ഞ് പുള്ളി വിളിച്ച് സംസാരിക്കും രാത്രിയൊക്കെ. അപ്പൊ അങ്ങനെ ഒരു എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ്. പിന്നെ ഇതിന്റെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള ദീപചേട്ടൻ ആദ്യം സ്ക്രിപ്റ്റ് പറയുന്നത്, അങ്ങനെ പുള്ളി മെയിൻ ക്യാരക്ടർ ചെയ്തത് പുള്ളിയുടെ സൈഡിൽ നിന്നുള്ള പുള്ളിയുടെ ഡയറക്ടറും കൂടാണ്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു നന്നായിട്ട്. പക്ഷേ ഇവരെല്ലാം നമ്മുടെ ഒരു ഫൈനൽ ഡിസിഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് വിട്ടു തന്നുകൊണ്ടല്ല ചെയ്യുന്നത്. അപ്പോൾ അതിനുള്ള സ്പേസിൽ തരുന്നത് തന്നെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ട്. അതിന്റെ പ്രൊഡ്യൂസേഴ്സ് പ്രകാശ് ആയാലും പുള്ളി ആക്ച്വലി വന്നിട്ടുണ്ട്, പുള്ളിയുടെ ഐഡിയാസ് ഇൻപുട്സ് പറഞ്ഞ് നന്നായിട്ട് തോന്നി പടത്തിലുണ്ട്. പിന്നെ മറ്റൊരു പ്രൊഡ്യൂസർ അമീർ അബ്ദുൽ പുള്ളിയും ഇതേപോലെ ഈ ലാസ്റ്റ് മിനിറ്റിലെ കുറേ സാധനങ്ങൾ പുള്ളിയുടെ ഇങ്ങനെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ്. ഒരു എന്താ, ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കി പറയാൻ പറ്റില്ല, പക്ഷേ എല്ലാവരുടെയും ഐഡിയാസ് എടുത്ത് എന്റെ ഐഡിയയെ കുറിച്ച് വന്നൊരു സാധനം. അങ്ങനെ സിനിമ സ്വന്തം 22-ാം തീയതി പ്രഷറിലേക്ക് എത്തുകയാണ്. പേടിയുണ്ടോ? പേടിയൊന്നുമില്ല, ചെറിയൊരു ഭയം അത്രേ ഉള്ളൂ. നമ്മൾ ചെയ്യാനുള്ളതാണ് ചെയ്തു. അതെ, നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അതിനുള്ള റിസൾട്ട് എന്തായാലും കിട്ടും. തീർച്ചയായും കിട്ടും. മെറീന, ചേച്ചി പോയടാ, ഇതുവരെ ആദ്യം ഒരു ബഹുമാനമൊക്കെ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചേച്ചി കട്ടായി. പിന്നെ മെറീന ഓക്കെ എന്താ മോനെ. അപ്പം നോർമലി ഒരു കഥാപാത്രം നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാറുണ്ട്, ഇത് എത്രത്തോളം ആളുകളിലേക്ക് റീച്ച് ആവും, ഈ കാണുന്ന കഥാപാത്രം ക്ലിക്ക് ആവും എന്നൊരു പേടിയൊക്കെ കഥാപാത്രം വായിക്കുന്ന സമയത്ത് ഉണ്ടാവും. എന്നാൽ ഇത് ചെയ്യുമ്പോൾ അത് റിസൾട്ട് വരുമെന്നുള്ള പേടി ഉണ്ടാവുമല്ലോ, എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഇല്ല, ഒന്നാമത്തെ കാര്യം എനിക്ക് അങ്ങനെ ചൂസ് ചെയ്യാൻ അത്ര ഓപ്ഷൻസ് ഒന്നും കിട്ടുന്ന ഒരു ആർട്ടിസ്റ്റ് അല്ല ഞാൻ. എനിക്ക് അങ്ങനെ അത്ര ഓപ്ഷൻസ് വന്നിട്ടില്ല എന്നിലേക്ക്. അതെ അതെ, വരുന്നത് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അതിൽ നമുക്ക് പരിക്കേൽക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾ പിടിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പിന്നെന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ടോ എന്ന് നമ്മൾ ഉറപ്പായിട്ടും ചിന്തിക്കുമല്ലോ.
ഐതർ ഒന്നെങ്കിൽ നമ്മൾ ലീഡായിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുണ്ടാവും, പോർഷൻസ് ഉണ്ടാവും ചെയ്യാൻ. ഇപ്പം ഇതിലെന്ന് പറഞ്ഞാൽ തന്നെ സിനിമയിലെ ഇന്ദ്രജിത്തേട്ടൻ്റെ പേരല്ല ഞാൻ, അത് നായകനെ നായികയല്ല, ഈ കഥയിലെ നായികയാണ്. അപ്പോൾ അതും ഒരു ഡിഫറെൻറ്റ് അപ്രോച്ചാണ് സിനിമ തന്നിരിക്കുന്നത് എന്നെ സംബന്ധിച്ച്. അപ്പം അതിൽ കുറേ പോർഷൻസ് ഇല്ലെങ്കിലും ഉള്ള പോർഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ പ്രോമിനൻ്റ് ആണ്, സീനുകൾ ഭയങ്കര രസമുള്ളതാണ്. അപ്പം ഇതിൽ തന്നെ ഇപ്പം വൈജുവേട്ടനൊക്കെ ഭയങ്കര ഇംപ്രവൈസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അതിൽ പുള്ളി എന്നെ സിൻഡ്രല്ല എന്ന് വിളിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ സിനിമ സീനില് അത് പ്ലാൻഡ് അല്ലല്ലോ, പുള്ളി കൈന്നിട്ട് വിളിച്ചത്. അപ്പം ഞാൻ പുള്ളിയുടെ ചില ഡയലോഗ് അങ്ങ് ഹിറ്റ് ആവുമല്ലോ. അപ്പൊ ഇത്രയും കാലം ഞാൻ സോഫിയിൽ ലോക്കായിരുന്നു. മറ്റേ ഹാപ്പി വെഡിങ് എന്ന് പറഞ്ഞ പടത്തില് സോഫിയ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തിട്ട് എല്ലാവരുടെ വിചാരം എന്റെ പേര് സോഫിയ എന്നാ. ഇനി മുതൽ ആൾക്കാർ എന്നെ സിൻഡ്രല്ല എന്ന് വിളിക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അതെ, കുറച്ചുകൂടെ നല്ല പേരാണല്ലോ സിൻഡ്രല്ല എന്നൊക്കെ പറയുമ്പോൾ കുട്ടിയൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റിയ പേരില്ല. അപ്പം അതൊന്ന്. പിന്നെ വരുന്ന ഞാൻ പറഞ്ഞല്ലോ ഓപ്ഷൻസ് വളരെ കുറവാണ്. അപ്പം അതിൽ നിന്ന് കിട്ടുന്നത് നല്ലത് ചെയ്യും. ഇപ്പം ഞാനൊരു സിനിമ തൃശ്ശൂർ വെച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് റിലീസായിട്ടില്ല, അതിൻ്റെ ഷൂട്ടും കംപ്ലീറ്റ് ആയിട്ടില്ല. 3 വർഷമായി. അതെന്തോ കാരണത്താൽ അത് മുടങ്ങിയിരിക്കുക. അപ്പം അത് കുറച്ച് രസമുള്ളൊരു പരിപാടിയാണ്. പക്ഷെ അത് ഇപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ ഇത്തിരിയുടെ സീരിയസും കൂടെയാണ്. ഞാനൊരു തവണ എന്നെ ഇതേപോലെ ഒരു സിനിമയുടെ ഷൂട്ടിന് വിളിച്ചു, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ രാവിലെ വന്നു, ജാക്കറ്റൊക്കെ ഇട്ടു, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ വലിയ ലെൻസൊക്കെ ഉണ്ടാവും, വലിയ ക്യാമറ, വെയിറ്റുള്ള ക്യാമറയും ലെൻസൊക്കെ ആയിരിക്കും. ഞാൻ ഫുൾ സെറ്റായി വന്ന് ജീൻസ് ബൂട്ടൊക്കെ ഇട്ടാണ് നേരെ സെറ്റിൽ വരുമ്പോൾ എല്ലാവരുടെയും മുഖത്തൊരു വിഷാദഭാവോ ഒരു പേടിയൊക്കെ. അപ്പം ഞാനിങ്ങനെ വിചാരിക്കുന്നത് ഇത്ര സൈലന്റ് ആണല്ലോ സെറ്റ് എന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കുമ്പോൾ ഇവര് നേരെ വന്നിട്ടൊരു മാവോ എന്തോ ഒരു മരം, കുറച്ച് ഹൈറ്റ് ഉണ്ട്, കേറിക്കോളം പറഞ്ഞു. കേറിക്കോളം പറഞ്ഞു. അപ്പൊ ഞാൻ നമുക്ക് ഒരു പകച്ചിലുണ്ടാവുമല്ലോ, അതെന്താ അപ്പൊ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഈ കയറില്ലേ, കയറിങ്ങനെ കെട്ടിയിട്ട് അതിന്റെ ഇടയിൽ ഈ മുള വെച്ചിട്ട് അങ്ങനെയാണ് അതിന്റെ സ്റ്റെപ്പ് ഉള്ളത്. അതൊരു പ്രോപ്പർ ഏണിയല്ല, ഏണി ഇങ്ങനെ ആടും. എന്നിട്ട് എൻ്റെ ഇപ്പോഴും അതിന്റെ ഫുട്ടേജ് ഉണ്ട്. ഞാൻ ഈ ഏണി വെച്ച് കയറിയിട്ട് മുകളിൽ ഈ യൂണിറ്റിലെ ചേട്ടന്മാർ പിടിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ പിടിക്കണ്ടെന്ന്. അപ്പം അവിടുത്തെ ഒരു ലോക്കൽ ഒരു ചേട്ടനുണ്ട്, ഈ മരമൊക്കെ കയറി മെലിഞ്ഞായിരിക്കുന്ന പക്ഷെ ഭയങ്കര ഫിസിക്കലി ഫിറ്റാ. പുള്ളി എൻ്റെ കൈ പിടിച്ച് ഇങ്ങനെ കയറ്റിയിട്ട് ഈ 2 പലക ഇങ്ങനെ അടിച്ചിട്ട് കെട്ടി വെച്ചിട്ടുണ്ട് കൊമ്പിന്റെ മുകളിൽ. അതായത് 2 കൊമ്പിന്റെ ഇടയിൽ ഈ പലക വെച്ചിട്ട് അതിന്റെ മുകളിലാണ് ഞാൻ ഇരിക്കുന്നത്, ആ പ്ലാറ്റ്ഫോം പോലെ അതിന്റെ മുകളിലാണ് ഞാൻ ഇരിക്കുന്നത്. പിന്നെ ഞാൻ കാണുന്നത് ഒരൊറ്റ ആളില്ല മരത്തിന്റെ മുകളിൽ, ഞാൻ മാത്രം. ബാക്കി എൻ്റെ വീഡിയോ ഉണ്ട് ഇപ്പോഴും. ബാക്കി ആൾക്കാർ മുഴുവൻ താഴെയാ. എൻ്റെ ഈ ക്യാമറയും ഞാൻ എന്നിട്ട് എൻ്റെ കയ്യിൽ ഫോണുണ്ട്, ഞാൻ അതിൽ വീഡിയോ എടുത്തു. താഴെ ഒരു ബെഡ് പോലും ഇട്ടിട്ടില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ഇങ്ങനെ റിസ്കി ആയിട്ട് എൻ്റെ ജീവിതം പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് പുകയാവുന്നു. കാരണം ഞാൻ കൂടുതലായിട്ടൊന്നും അന്വേഷിക്കാറില്ല. ഒരു സിനിമ നമ്മളിലേക്ക് വരുമ്പോ അതിന്റെ ഒരു എത്രത്തോളം നമുക്കത് അപകടമാണ്. പടത്തിന്റെ പേര് പടം റിലീസായിട്ടില്ല. അപ്പൊ ഞാൻ എന്താ ആലോചിക്കണമെന്നറിയോ, ഒരു 10 മണിയൊക്കെ ഉണ്ടാവും ഷൂട്ട് തുടങ്ങാൻ. ഈ 10 മണി വരെ ഫുൾ സെറ്റ് എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പൊ ഞാൻ വന്നിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവരൊരിക്കും ഒത്ര അഹങ്കാരം. അല്ലെങ്കിൽ എന്താവും, മെറീന വന്ന് സെറ്റ് സിനിമ മുടക്കിയെന്ന് പറയും. എനിക്ക് പ്രശ്നമാവും കരിയർ വൈസ്. അപ്പൊ ഞാൻ വെച്ചു ജീവൻ പണയം വെച്ചിട്ടാണെങ്കിലും ചെയ്തു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം വേറൊരു ഷോട്ട് വേറെ മരത്തിന്റെ മുകളില്. ഫോട്ടോഗ്രാഫർ ഞാൻ പറഞ്ഞു ഒരിക്കൽ നിങ്ങൾ എന്നെ ചതിച്ചു, ഇടയ്ക്കിടയ്ക്ക് ചതിക്കാന്ന് വിചാരിക്കണ്ട, ഇനി ഞാൻ കേറൂല പറഞ്ഞു. അപ്പം അതിന്റെ ഒരു നമ്മളിത് പറയുമ്പോൾ നമുക്കിത് തമാശയാ. പക്ഷെ എന്നാ ആലോചിക്കും, ഞാൻ ഒറ്റ മോളാ എന്റെ വീട്ടില്, ആണും പെണ്ണുമായിട്ടുള്ള ഒരേ ഒരു ഐറ്റമാണ്. ഇത് കഴിഞ്ഞ വംശനാശമാണ് ഈ ഒരു ജീനിന്. അപ്പൊ അതുകൊണ്ട് ഇല്ല കിട്ടൂല. അപ്പൊ അതുകൊണ്ട് ഞാൻ ആലോചിച്ചു വേണ്ട, പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് ഓർമ്മയാവുന്നതും നല്ലത് കുറച്ച് വന്നാലും വരുന്നതിൽ അങ്ങനെയുള്ളതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം, അമ്മയും വീട്ടുകാരെയൊക്കെ ആലോചിച്ചിട്ട് നല്ല, അതായത് ശരീരത്തിന് പ്രശ്നം വരുന്ന, അതായത് പോറലുകൾ ഏൽക്കുന്ന റോളുകൾ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് അതിൽ നിന്ന് ചൂസ് ചെയ്യും. അങ്ങനെയാണ് ഇപ്പൊ ഞാൻ ചൂസ് ചെയ്യുന്നത്. ആരോഗ്യത്തിന് ദയവ് ചെയ്ത് ഇങ്ങനത്തെ അനുഭവങ്ങളൊന്നും ഇല്ല. ആഗ്രഹമോ കേട്ടപ്പോഴാ സത്യം പറഞ്ഞ ഇനി ഇങ്ങനെയൊക്കെ അനുഭവിക്കാൻ പോകുന്നല്ലോ. വെൽക്കം ടു ദ ക്ലബ്. ചെയ്യാം, അതിന് അങ്ങനൊന്നും ഇല്ല. ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, ഭയങ്കര ആഗ്രഹമുണ്ട്. ഈ പറയുന്ന കണക്ക് ഒരുപാട് ഫിലിംസ് ചെയ്ത് നല്ല രീതിയിൽ ഫിലിം ഫീൽഡിൽ തുടർന്ന് അഭിനയിച്ച് നല്ലൊരു പേരെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്.
ഫസ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഓരോ സിനിമ നമ്മൾ കാണുമ്പോഴും സിനിമ എന്ന മോഹം നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത് ചിലപ്പോൾ ഏതെങ്കിലും പോയിന്റിലാവും, ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികളാവാം, അല്ലെങ്കിൽ കഥാപാത്രമാവാം, സിനിമയാവാം. എപ്പോഴാണ് ഫസ്റ്റ് സിനിമ ഇതാണ് എൻ്റെ റൂട്ടെന്ന് തോന്നിച്ചപ്പോഴാണ്? അത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു സിനിമ ചെയ്യണമെന്ന്. ഏത് പ്രായത്തിലാന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. കാരണം എനിക്ക് ഓർമ്മയുള്ള സമയം മുതൽ തന്നെ എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എന്നൊരു തോന്നൽ, ആ തോട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കരിയറിൽ നമ്മൾ വേറെ രീതിയിലൊക്കെ പോയാൽ ഈ പറയുന്നത് നമുക്ക് ഒരുപാട് ആഗ്രഹമുള്ള ഒരു സംഭവം നമ്മൾ പോലും അറിയാതെ എത്തിച്ചേരും എന്നുള്ളതിന് തെളിവാണ് സത്യം പറഞ്ഞാൽ ഞാൻ. കാരണം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒന്നും പ്രിപ്പയർഡ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഭയങ്കര ആഗ്രഹമാണ്, ഭയങ്കര ഫെയിം ആവണം, ഈ ഒരു ഫീൽഡിൽ വരണമെന്നൊക്കെ. പക്ഷെ അത് എങ്ങനെയൊക്കെയോ ആ റൂട്ട് തെളിഞ്ഞു വന്നു എന്നേ പറയാൻ പറ്റത്തുള്ളൂ. അതിൽ ഭയങ്കര ഭയങ്കര സന്തോഷത്തിലാണ് അതിനെനിക്ക് അങ്ങനെ ഒരു ഭാഗമൊക്കെ ആവാൻ കഴിഞ്ഞത്. എന്തോ ഒരു വലിയ ഭാഗ്യം തന്നെ പറയാൻ പറ്റത്തുള്ളൂ. സൂര്യയെ സംബന്ധിച്ച് സിനിമ ഫെയിമാണോ അതോ പാഷനാണോ? സത്യം പറയുവാണെങ്കിൽ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഫെയിം എന്നാവുക എന്നുള്ളത്. പിന്നെ ആസ് എൻ ആർട്ടിസ്റ്റ്, പിന്നെ നമ്മൾ ഫെയിം എന്ന് പറയുന്നത് മാത്രമല്ലല്ലോ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം അത് ചെയ്ത് ഇപ്പൊ നമുക്ക് ഓരോ ക്യാരക്ടേഴ്സ് ഒന്നും നമ്മുടെ ജീവിതത്തിൽ എന്താവാൻ പറ്റണം അല്ലെങ്കിൽ എന്താവാൻ പറ്റുന്നില്ല എന്നൊന്നും ഈ ഒരു ജന്മം കൊണ്ടൊന്നും എവിടെ ആവാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ ക്യാരക്ടർ ത്രൂ നമ്മുടെ ആ സ്വപ്നങ്ങളെല്ലാം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. അതിന് ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ഫിലിം തന്നെ. കാരണം നമുക്ക് ഒരുപാട് വെറൈറ്റി റോൾസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ചതും ആഗ്രഹിക്കാത്തതുമായിട്ടുള്ള റോളുകളെല്ലാം നമ്മളുടെ കൂടുതൽ അങ്ങനെ ആവാം. പക്ഷെ ഈ പറയുന്ന എല്ലാത്തിൻ്റെ അകത്തും നമുക്ക് ഈ ഒരു ജന്മത്തിൽ നമുക്ക് അതിലേക്കൊക്കെ ആ ഒരു റൂട്ടിലോട്ടൊക്കെ പോകാൻ പറ്റുന്നത് ഈ പറയുന്ന കണക്ക് ആക്ടേഴ്സിന്റെ ഒരു വലിയൊരു ബ്ലെസ്സിങ് ആണ്. അവരെ കൊണ്ടേ മാത്രമേ പറ്റത്തുള്ളൂ ഈ എല്ലാ ഫീൽഡിലും എത്തിച്ചേരാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ നല്ല വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അതുകൊണ്ട് ഫിലിം ഫീൽഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എൻ്റെ പാഷനും കൂടെ ആണ്. എനിക്ക് ഓഫ് കോഴ്സ് പാഷനാണ്. ബിക്കോസ് എന്താ പറയുക, ഇപ്പം നമുക്കിപ്പം ഞാനിപ്പോൾ സിനിമയിൽ വന്നപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള രീതിയിൽ നമുക്ക് ഫെയിം തരുന്ന ഡിഫറെൻറ്റ് സെക്ടേഴ്സ് നമ്മളിലേക്ക് തുറക്കും സിനിമ ആവുമ്പോൾ. അതായത് നമുക്ക് ഡാൻസ് പെർഫോമൻസ് ചെയ്യാം, പുറത്ത് ഷോസ് ചെയ്യാം, അങ്ങനെ കുറേ ഓപ്ഷൻസ് നമ്മളിലേക്ക് വരും. പക്ഷേ ആസ് എ പേഴ്സൺ ഞാൻ എപ്പോഴും എനിക്ക് ആർട്ടിസ്റ്റ് ആയിട്ടിരിക്കാൻ, അതായത് ആക്ട്രസ് ആയിട്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെയെന്ന്. ബിക്കോസ് നമ്മളുടെ ഫേസ് ഫെമിലിയർ ആവുന്നതിനനുസരിച്ച് നമുക്ക് റവന്യൂ വരുന്നതും പിന്നെ കുറച്ചുകൂടെ ആളുകളിലേക്ക് അതൊരു കാര്യമാണ്. ഇനി ഞാനും കൂടെ അപ്പം ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ യൂട്യൂബിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളെ നമ്മൾ എന്തിന് തിയേറ്ററിൽ പോയി പൈസ കൊടുത്ത് കാണണം എന്നുള്ളത് പ്രേക്ഷകനൊരു ചോദ്യം ഉണ്ടാവും. കാരണം അത്രയും ഫെമിലിയർ ആണ്. യൂട്യൂബിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇന്റർവ്യൂസ് അല്ലാതെ ഡേ ടു ഡേ നമ്മുടെ ആക്ടിവിറ്റീസ്, നമ്മുടെ ലൈഫ് എത്രത്തോളം നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്യുന്ന സമയത്ത് അതിനൊരു എക്സ്ക്ലൂസിവിറ്റി സിനിമയിൽ ഉണ്ടാവില്ല. ഇപ്പം നമ്മളൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ആൾക്കാർക്കത് വേറൊരു ക്യാരക്ടറായിട്ട് തന്നെ തോന്നണ്ടേ. അപ്പോൾ അതുകൊണ്ട് എനിക്കത് സിനിമയിലൂടെ ആളുകൾ കാണണം എന്നെ എന്നുള്ളതാണ് കൂടുതലും. പിന്നെ എന്തുകൊണ്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് എയറിലാവുന്നത് കൊണ്ട് ഇന്റർവ്യൂ അതെ സ്വന്തം ചാനലല്ലാതെ മറ്റുള്ള ചാനലുകളിൽ ഞാൻ എയറിലാവുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല, അതങ്ങനെ മാനേജ് ചെയ്യുന്നത്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് എ പാഷൻ. ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്ത് സിനിമാ നടി ആവണം എന്ന് വിചാരിച്ച ഒരാളേ അല്ല. എൻ്റെ കരിയർ വൈസ് എനിക്ക് ടീച്ചിങ് ഭയങ്കര ഇഷ്ടമാണ്. ഏതാ വിഷയം? പഠിപ്പിക്കാൻ അല്ല, എനിക്ക് പഠിപ്പിക്കാനല്ല, എനിക്ക് സീരിയസ്ലി ആൾക്കാരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് സംസാരിക്കാൻ ഇഷ്ടമാണ്. അപ്പം ഇപ്പം ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ എനിക്കിഷ്ടം. പക്ഷെ ഹിന്ദി ഒന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ല. മലയാളമൊക്കെ എനിക്ക് ഇഷ്ടമാണ്. ബട്ട് ബേസിക്കലി ഞാൻ പറയട്ടെ, എൻ്റെ സ്കൂളിങ് ഭയങ്കര തോൽവിയായിരുന്നു. വെച്ചാൽ തോൽവി ആസ് ഇൻ ഒരുപാട് ടീച്ചേഴ്സിന്, അതായത് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് വീട്ടിൽ നിൽക്കുന്നതിനെക്കാട്ടി കൂടുതൽ സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് സ്കൂളുകളിൽ ടീച്ചർമാരുടെ കൂടെയാണ്. ഈ ടീച്ചേഴ്സിൻ്റെ ക്യാരക്ടേഴ്സും അവർ നമ്മളോട് കാണിക്കുന്ന കാര്യങ്ങളെല്ലാം അതായത് കുട്ടികളത് ബാധിക്കും. എൻ്റെ ഇപ്പം ഞാനൊരു കുട്ടിയായിരുന്നിരിക്കുന്ന എൻ്റെ ഒരു ക്യാരക്ടർ രൂപീകരണത്തിന് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മുടെ പാരൻസിനെയും കാട്ടി നമ്മുടെ ടീച്ചേഴ്സാണ്. അപ്പം ആ സമയത്ത് എനിക്ക് പലപ്പോഴും എൻ്റെ മനസ്സിൽ നല്ലൊരു ടീച്ചറാവണം ഇങ്ങനെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കുറേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നുമല്ലോ. അപ്പം ചിലപ്പം പൊട്ട ബുദ്ധി അറിയുമ്പോൾ എൻ്റെ അമ്മയ്ക്കും ഞാൻ ടീച്ചിങ്ങിലേക്ക് പോകണമെന്നായിരുന്നു. പിന്നെ ഐ തോട്ട് എയർ ഹോസ്റ്റസ് ആവണമെന്ന്. അത് ഈ ഫാഷൻ എന്ന് പറഞ്ഞ സിനിമയൊക്കെ കണ്ട് ഞാൻ ഒരു 2009 പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു ഫാഷൻ റിലീസ് ആവുന്നത്. അപ്പം ആ ടൈമിൽ ഫാഷൻ സിനിമയിൽ പോലെ റാമ്പ് വോക്ക് ചെയ്യണം. അപ്പം
റാമ്പ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഗ്ലാമറസ് സാധനം വരുന്നത് എയർ ഹോസ്റ്റസ് ആണ് അല്ലെ. പിന്നീട് മോഡലിംഗ്, സിനിമ, അങ്ങനെ വന്നൊരാളാണ് ഞാൻ. അപ്പൊ അത് പണ്ട് എന്റെ പാഷൻ ആയിരുന്നു എന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ എങ്ങനെയോ അതിൽ എത്തിപ്പെട്ടിട്ട് ഓക്കെ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നാ പിന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെ തുടങ്ങിയതാണ് കരിയർ. അപ്പൊ ഞാനിപ്പോ സൂര്യ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ആലോചിക്കായിരുന്നു, ചില ആൾക്കാർ ഇങ്ങനെ ആവണം എന്ന് തന്നെ ആഗ്രഹിച്ച് നടക്കുന്ന ആൾക്കാരിലേക്ക് കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലാണ് സിനിമ വരുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ എന്റെ മൈൻഡിൽ അതില്ല, സിനിമാ നടി ആവണം എന്ന് എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല. ആക്സിഡന്റലി ഇങ്ങനെ വഴുതി വീണു, ഓക്കെ ഇവിടെ എത്തി, അങ്ങനെ വന്നതാ ഞാൻ. സത്യത്തിൽ അങ്ങനെയാണ്. ഇനി തുടങ്ങൂല. അയ്യോ, എനിക്ക് എന്റെ ഡെയിലി ലൈഫ് ഭയങ്കര ബോറിംഗ് ആണ്. കൂടുതൽ ഉറക്കമാണ് എന്റെ ലൈഫിൽ. അപ്പൊ അത് പിന്നെ ഉറങ്ങുന്നത് കാണിക്കുന്നത് സീരിയസ്ലി എനിക്ക് ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാനിങ്ങനെ സത്യത്തിൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാത്തതിന്റെ കുറെ കാര്യങ്ങൾ അതൊക്കെയാണ്. വെച്ചാൽ ഉറക്കം വെറുതെ ആൾക്കാർക്ക് കാണിച്ചിട്ട് എന്താ കാര്യം? പിന്നെ അതിലും എക്സൈറ്റിംഗ് ആയിട്ടൊന്നും നടക്കുന്നില്ല, ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ലൈഫിൽ, അല്ലെങ്കിൽ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് കുറെ കാര്യങ്ങളൊന്നും എന്റെ ലൈഫിലില്ല. പിന്നെ എല്ലാത്തിനും ഒരു പ്രൈവസി വേണമല്ലോ. അല്ലാതെ ഇപ്പൊ ചെയ്യാനാണെങ്കിൽ ഒന്നുമില്ല എനിക്ക് കണ്ടന്റ് ആയിട്ട് ഇടാൻ. ഇല്ല എനിക്കില്ല. എന്നില്ല, ഭയങ്കര പ്ലെയിൻ ലൈഫാണ്. അതെ, അതുമാണ് എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ അതേപോലെ ഇന്റർവ്യൂല് വന്ന് പറയുന്നില്ല. അപ്പൊ പിന്നെ പ്രത്യേകിച്ച് ഒരു ചാനലിട്ട് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. ഒന്നും നോക്കാറില്ല ഞാനൊന്നും നോക്കാറില്ല. എന്തെങ്കിലും ഇപ്പൊ അന്ന് ഇഷ്യൂ ഉണ്ടായതൊക്കെ ഞാൻ അമ്മേനെ അപ്പം വിളിച്ചു പറയും, മോളൂസ്. എന്റെ മമ്മ ഒരു യൂട്യൂബ് മമ്മിയാണ് കേട്ടോ, എല്ലാം കാണും. എന്നിട്ട് എന്നോട് തന്നെ ഇങ്ങനെ ചോദിക്കും. ഞാൻ പറയും, എന്തിനാണ് മോളൂസ്, അറിയുന്ന കേസല്ല ഇത്. ഒരു കാര്യം പല രീതിയിൽ പോർട്രേ ആവുന്നുള്ളത് അറിയുന്ന കാര്യം. ഞാൻ പറയും, ഞാനും ഈ ഇൻഡസ്ട്രിയിലുള്ള ആളാണ്. അപ്പം അന്ന് ഈ പ്രശ്നമൊക്കെ ഉണ്ടാവുമ്പോൾ ഞാൻ ആദ്യം വിളിച്ചു പറഞ്ഞു, ഈ കാര്യം പല രീതിയിൽ കേൾക്കും, പല ചാനലിൽ പോയി തപ്പിയിട്ട് ഇനി ബോധം പോവണ്ട, ഇതാണ് സംഭവം. അതുകൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ. അങ്ങനെ ആരും പറയില്ല, എന്താവോ, എന്നെ ആരും ഉപദേശിക്കാറില്ല. ശരിക്കും വഞ്ചേട്ടെ, എന്നോട് ഇന്നേ വരെ വഞ്ചേട്ട ഒരാള്, മോളെ നീ ഇങ്ങനെ ഒന്നും സംസാരിക്കരുത്, അല്ലെങ്കിൽ നീ കുറച്ച് അച്ചടക്കം ഒതുക്കം, ഇങ്ങനെ ഒരാളെ എന്റെ ജീവിതത്തിൽ വീട്ടിൽ നിന്ന് പോലും സംസാരിച്ചിട്ടില്ല. അതിലെനിക്ക് വിഷമമുണ്ട്. ചിലപ്പോ അത് വേറെ ആരും ചെയ്യുന്നതാണ് എനിക്ക് സങ്കടം. കാരണം അങ്ങനെ ബേസിക്കലി ഈ കുടുംബക്കാരാണെങ്കിലും നാട്ടുകാരൊന്നും അങ്ങനെ എന്റെ കാര്യങ്ങളിൽ ഇടപെടാൻ വരാറില്ല. അതെനിക്കറിയാൻ പാടില്ല. പക്ഷെ ചിലപ്പോ അതുകൊണ്ടായിരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഒരു സിനാരിയോ എനിക്ക് എന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. എന്താന്ന് എനിക്കറിയില്ല. എന്തുകൊണ്ടായിരിക്കും? ഇല്ല, എനിക്ക് എത്ര ആഗ്രഹമില്ല കേട്ടോ. വേണ്ട, ഇടയ്ക്ക് വേണമെങ്കിൽ ഒരു ഫീലിംഗ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ വന്ന് ഞാൻ എങ്ങനെ അഭിനയിക്കും? കാരണം റിയൽ ലൈഫിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഇല്ല, നമ്മൾ അതിനെ റിലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ. അപ്പം വേണമെങ്കിൽ ഇടയ്ക്ക് പിന്നെ ഉപദേശങ്ങൾ കിട്ടുന്ന സ്ഥലം ഉണ്ടല്ലോ, പള്ളി, അവിടെ ഞാൻ പോവാറേ ഇല്ല. അതുകൊണ്ട് അതെ പോവാറേ ഇല്ല. സൂര്യ, നോർമലി ഒരു ആക്ട്രസ് ആവാ എന്നുള്ള ഡ്രീമിൽ ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടാവുമല്ലോ, ഇതേപോലെ ആവണം, ഇങ്ങനെയൊക്കെ കരിയർ ഗ്രോത്ത് ആവണം, സെലക്റ്റീവ് ആവണം എന്നൊക്കെ പ്ലാനുകൾ ഉണ്ടാവും. ഇപ്പം ആ ട്രാക്കിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നത്, എവിടെ എത്തി? ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഈ ഒരു മൂവി കഴിഞ്ഞിട്ട് അടുത്ത മൂവി വന്ന് ഇങ്ങനെ നമ്മളെ ആ ട്രാക്കിലോട്ട് കൊണ്ടുപോകണം. ഇവരെ പോലുള്ള ഡയറക്ടേഴ്സ് ഒക്കെ ഒന്ന് വിചാരിക്കണം, മനസ്സ് വെക്കണം. അതുകൊണ്ട് ഈ ഒരു വർക്ക് കഴിഞ്ഞിട്ട് അടുത്ത വർക്ക് കിട്ടണം. പിന്നെ അതേപോലെ തന്നെ പതുക്കെ ഇങ്ങനെ പിച്ച് വെച്ചോണ്ടിരിക്കുകയാണ്. പതുക്കെ കീറി വരണം, എന്നാലേ എവിടെ എത്തിയെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പൊ എല്ലാവരും പറയാറുണ്ട്, സിനിമയിലെ ആദ്യ സിനിമ എന്ന് പറയുന്നത് എളുപ്പമാണ്, കിട്ടാൻ എളുപ്പമാണ്, സിനിമയിൽ നിലനിൽക്കാന്ന് പറയുന്നതാണ് പാട്. വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെ? 22-ാം തീയതി കഴിഞ്ഞിട്ട് ഞാൻ അതിന് മറുപടി കാരണം ഇതിന് കറക്റ്റ് മറുപടി 22-ാം തീയതിക്ക് ശേഷം ജനങ്ങൾ ഇത് എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു, എങ്ങനെ, അതെല്ലാം അവരുടെ കയ്യിൽ ഇരിക്കുകയാണ്. അപ്പോഴേ എനിക്ക് അതിനുള്ള മറുപടി പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇപ്പൊ ഞാൻ ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ്. ഇനി 22-ാം തീയതിക്ക് ശേഷം എങ്ങനെയാണ് ഈ പറയുന്ന ഒരു വെള്ളിയാഴ്ച മതിയല്ലോ എല്ലാവരുടെയും തലവര മാറാൻ, അതേപോലെ എങ്ങാനും നല്ല ഒരു തലവര വരുവാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ടല്ലേ സാറിന്റെ. അതെ, തീർച്ചയായിട്ടും നടക്കും. അപ്പം നോർമലി ഒരു ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പൊ പറഞ്ഞല്ലോ സൂപ്പർ താരങ്ങള്, ലേഡി സൂപ്പർ സ്റ്റാർ, മെഗാ സ്റ്റാർ എന്ന ടൈറ്റിലുകൾ കൊടുക്കാറുണ്ട്. ശരിക്കും അങ്ങനെ ഒരു ടൈറ്റിലിന് ആവശ്യമുണ്ടായിട്ട് തോന്നുന്നുണ്ടോ? ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് നോർമൽ ന്യൂട്രൽ ആയിട്ടൊരു വേർഡാണ്. അപ്പൊ അത് ആണാവാം, പെണ്ണാവാം, ഏത് കാറ്റഗറിയിലും പെടുത്താം. ലേഡി സൂപ്പർ സ്റ്റാർ അങ്ങനത്തെ ഒരാളെ ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരാളെ സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ
ആ ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടോ എപ്പോഴെങ്കിലും? ഒരു ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറഞ്ഞ സാധനം എപ്പോഴും വേണമെന്ന് വരുന്നുണ്ടോ? ഇല്ല, ജെൻഡർ ഇക്വാലിറ്റിന് പകരം ഞാൻ പറയട്ടെ, എക്സ്പീരിയൻസ് എന്ന് പറയുന്ന കാര്യം ഒരു ഫാക്ടറാണ്. ഇപ്പം ഈ സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ എന്താ പറയുക അൾട്ടിമേറ്റ് സ്റ്റാർ അങ്ങനത്തെ ടൈറ്റിൽസ് ഒക്കെ ഇവരുടെ ഒരു എക്സ്പീരിയൻസും ഇവർ ബിസിനസ് കൊണ്ടുവരുന്നതിനും അനുസരിച്ച് ഇവർക്ക് ടൈറ്റിൽ ചെയ്യുന്നതാണല്ലോ. അത് ഒരു പരിധി വരെ അവരുടെ PR വർക്കിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ പിന്നെ എന്താണ് ഡിഫറൻസ് ഉള്ളത്? ഇപ്പോൾ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളിൽ നിന്നും ഇവരെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു സ്റ്റാർ പദവി വരുമ്പോഴാണ്. എന്നോട് പല ഇൻ്റർവ്യൂസിൽ ആളുകൾ ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഭക്ഷണം ഡിഫറൻഷിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്കുള്ള സൗകര്യങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇവരൊക്കെ ഇവരുടെ തുടക്കകാലത്ത് നരകിച്ചിട്ടുണ്ടാവും, ടു ബി വെരി ഫ്രാങ്ക്. എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവരൊക്കെ ഇവരുടെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നമ്മൾ ബുദ്ധിമുട്ടിയതിനും കാട്ടി കഷ്ടപ്പാട് അവർ അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു പോയിന്റ് ഓഫ് ടൈമിലെത്തുമ്പോൾ അവർക്ക് സക്സസ് അവർ അനുഭവിക്കട്ടെ. അത് ഈ ഇപ്പോൾ എല്ലാ തവണയും നമ്മൾ ഒത്തിരി പഠിച്ചു, നമ്മളൊരു പ്രൊഫഷനിൽ എത്തുമ്പോൾ നമുക്ക് ശമ്പളം കിട്ടുന്നില്ലേ? അതെന്തുകൊണ്ടാണ്? നമ്മൾ ട്രെയിൻഡായി വന്ന ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് അതിൻ്റെ റെക്കഗ്നിഷനും കാര്യങ്ങളും ഒക്കെ തനിയെ യൂണിവേഴ്സ് നമ്മളുടെ അടുത്തേക്ക് എത്തിക്കും. അപ്പം അങ്ങനത്തെ ഒരു പദവിയിലൊന്നും ഐ ഡോണ്ട് ഫീൽ എനിത്തിങ്. പിന്നെ നമ്മൾ നന്നായിട്ട് ജോലി ചെയ്ത് നമ്മളും അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്ത് നമുക്ക് നമ്മൾ തന്നെ എന്തെങ്കിലും പേരിട്ട് PR-ന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെന്നെ നാളെ മുതൽ അത് വിളിക്കുമായിരിക്കും. അതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അയ്യോ ഞാനോ സ്ലീപ്പിംഗ് എനിക്ക് അറിയാൻ പാടില്ല. ലൈക്ക് ആയിരുന്നു അഡ്വഞ്ചറസ് സ്റ്റാർ എന്നിട്ടുണ്ട് വരും. അയ്യോ ഇല്ല, അത് ഞാൻ ഒരിക്കലും ഇടില്ല, വാങ്ങൂല. ആരെങ്കിലും തരികയാണെങ്കിൽ ഞാൻ പറയും ദയവേത് ഇടരുത്, കാരണം അതിന്റെ ആരോഗ്യത്തിന് ഹാനികരമാണ്. അപ്പൊ അത് ഒഴികെ ബാക്കി എന്തും. അതെ അതെ. ഇത് ഇത്ര വരെ ഫണ്ണല്ലേ പോയത്? സീരിയസ് ആയിരുന്നോ? അതായത് ഞാൻ കണ്ടത് ആ സാറേ എന്നുള്ളതാണ് ടൈറ്റില്. അപ്പൊ അത് റിലേറ്റ് ചെയ്തിരിക്കാം. അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്ന പോലെ ചോദിക്കാം. അപ്പൊ ഒരു മൂന്നാമതൊരു വ്യക്തിയാവാം അല്ലെങ്കിൽ ആളുകളാവാം, അതെന്താന്ന് വെച്ചാൽ പറയാം. ഓക്കെ, ഞാൻ കണ്ടതാ സാറേ സെറ്റിൽ ഏറ്റവും അലമ്പ് ഇവരായിരുന്നു. എന്നെ പറ്റി പറഞ്ഞ ഞാൻ തന്നെ ആയിരിക്കും. ഞാൻ ലേശ അലമ്പാണ്. ഓക്കെ, ഐ ടേക്ക് ദാറ്റ്. ഇനി ഡയറക്ടറോട് ചോദിച്ചോളൂ. അങ്ങനെ അലമ്പ് അങ്ങനെ ഒന്നും, ഡിസിപ്ലിൻ സെറ്റ് ആയിരുന്നു. അതാണ് അത് വേറൊരു രസമായിരുന്നു. അങ്ങനെ ഒരു ഇതില്ല. ഞാൻ കണ്ടതാ സാറേ ഏറ്റവും കൂടുതൽ റീടേക്ക് പോയത്. അതെ, ഡയറക്ടറോട് ചോദിക്കണം, കാരണം ഞാനൊക്കെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ഇദ്ദേഹത്തിന്റെ കിളി പോയിട്ട് ഇരിക്കുകയാണ്. 22-ാം തീയതി റിലീസ് അല്ലേ? പക്ഷേ ഈ റീറ്റെയിൽ വേൾഡിലൂടെ ഇംപ്രവൈസേഷൻസ് ഒരു ഷോട്ടിങ് എടുത്ത് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ചെയ്താലോ, അങ്ങനെ 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 ഇന്ദ്രേട്ടിനെ ബൈചേട്ടൻ്റെ സീനുകളിലാണെന്നോ അവരുടെ ഒരു കോമ്പിനേഷനിൽ ഓരോ ഷോട്ട് കഴിയുമ്പോഴത്തേക്കും ഇവർ ഇമ്പ്രൂവ് ചെയ്യും. നമുക്ക് ഇങ്ങനെ ചെയ്യാം, അങ്ങനെ റീടേക്ക് പോയി. അല്ലാതെ വലിയ റീടേക്ക് വന്നിട്ടില്ല. ഓക്കെ, അടുത്തത് ഞാൻ കണ്ടാ സാറേ അയാൾക്കൊരു ഫേക്ക് അക്കൗണ്ട് ഉണ്ട്. എനിക്കില്ല കേട്ടോ, എനിക്ക് ഒറിജിനൽ അക്കൗണ്ട് തന്നെ വയ്യ. ഓരോ ഫ്രണ്ട്സിന്റെ ആവാം, അല്ലെങ്കിൽ നമ്മള് എന്താ പറയാ കൂടുതൽ ആർട്ടിസ്റ്റുകളാവാം. ഓ അങ്ങനെയാണോ? ഈ സിനിമയിൽ നിന്ന് പുറത്ത് നമുക്ക് ചിന്തിക്കാം. എനിക്കൊരു കൊച്ചിയിലുള്ള ഒരു വക്കീലിന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. എനിക്ക് അവക്കൊരു 3 അക്കൗണ്ട് ഉണ്ട്. എന്നാ ഒരു അക്കൗണ്ടിന്റെ പേര് ഞാൻ പറഞ്ഞത് ജാക്ക് സ്പാരോ സാംന്ന്. അതെ, സാധാരണ ആൺകുട്ടികൾക്കല്ല ഫേക്ക് അക്കൗണ്ട്, നമുക്ക് 3 ഫേക്ക് അക്കൗണ്ട് ഉണ്ട്. സൂക്ഷിച്ചോ. അങ്ങനെ അറിയില്ല. അങ്ങനെ ഫേക്ക് അക്കൗണ്ട് അല്ല. ഞാൻ എന്റെ ഇൻസ്റ്റയിലും ഇതിലൊക്കെ ഞാൻ അത്ര വലിയ ആക്റ്റീവ് അല്ല. കോവിഡ് സമയത്ത് ലോക്ക്ഡൌൺ കഴിഞ്ഞ ഉടനെ ഹിമാചൽ പ്രദേശിൽ ഒരു സാധനം ഷൂട്ട് ചെയ്യാൻ വേണ്ടി തിരിച്ചു വന്നപ്പോൾ ഒരു 7 days ക്വാറന്റൈൻ ഒറ്റയ്ക്കിരുന്ന് ബോറടിച്ചപ്പോൾ ഞാൻ ഒരു പെണ്ണിന്റെ പേര് ബോറടി മാറി ഒരു ദിവസം ഞാൻ ഡിലീറ്റ് ചെയ്തു. അത്രയും സത്യം അന്ന് ഞാൻ രക്ഷയില്ലായിരുന്നു. ഒരുപാട് മെസ്സേജുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റില്ല. മെസ്സേജുകൾ
അല്ലെ സത്യം കുറെ ഫേക്ക് അക്കൗണ്ട് ആണെങ്കിൽ ഒരു റിയൽ അക്കൗണ്ട് പോലും അങ്ങനെ ഫേസ് ചെയ്യുന്നല്ലോ. അയ്യോ. ഭയങ്കരമായിട്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി ഈ സ്ത്രീകൾ എങ്ങനെ അടുത്ത ചോദ്യം. ഞാൻ കണ്ടതാ സാറേ ഇവർ എനിക്ക് പാര വെച്ചത്. ഞാൻ ആലോചിക്കട്ടെ, കുറെ ലിസ്റ്റ് ഉള്ളതുകൊണ്ട്. എവിടുന്ന് പറയും? പാര വെച്ചത് എന്റെ പേര് പറയുന്നത് ആര് പാര വെച്ചെന്നൊന്നും അറിഞ്ഞൂടാ. അല്ലല്ല പറയണ്ട, ആര് പാര വെച്ചെന്നൊന്നും അറിഞ്ഞൂടാ. അങ്ങനെ പാര വെച്ചിട്ട് ഈ ഫിലിം മീൻസ് ഈ ഇന്നത്തെ സെറ്റാണോ? എന്തുവാ അങ്ങനെ പൊതുവെ പാര വെച്ചെന്ന് പറയുകയാണെങ്കിൽ കുറെ കാണത്തില്ലേ എല്ലാം ഇങ്ങനെ ഓർത്ത്. ഇത് നേരത്തെ ആണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറെ ഉണ്ട്. പാരകൾ വെച്ചിട്ടില്ലെന്നൊന്നും പറയുന്നില്ല, കുറെ പേര് പാര വെച്ചിട്ടുണ്ട്. അതിൽ പിന്നെ ഇങ്ങനെ എടുത്തെടുത്ത് ഇപ്പൊ ചോദിക്കുന്ന സമയത്തൊന്നും അങ്ങനെ എനിക്ക് അങ്ങോട്ട് ഓർമ്മയില്ല. കണ്ടന്റ് എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരി 3 വർഷമായിട്ട് കൊച്ചിയിൽ എന്റെ കൂടെ താമസിച്ചെന്ന് പറഞ്ഞു. പുള്ളിക്കാരുടെ സീനിയേഴ്സിന്റെ അടുത്തൊക്കെ അങ്ങനെ പറഞ്ഞു, ഞാൻ അവിടെ ഉണ്ട്, ഞാൻ ഫ്ലാറ്റിൽ ഭയങ്കര അലമ്പാണ് ഇങ്ങനെ. വേറെ ഞാൻ ആ സ്ഥലത്തേ ഇല്ല, ഞാൻ ആ പരിസരത്തേ ഇല്ല. ഓക്കെ, അത് പിന്നെ അവരെ സീനിയറും ബാക്കിയുള്ള ആളുകളും സംസാരിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ലൈക്ക് നമ്മളെ കൂടെ ഉള്ള ആൾക്കാർക്ക് നമ്മളുടെ പേഴ്സണാലിറ്റി തന്നെ വേറെയാണെന്നുള്ള രീതിയിൽ പറഞ്ഞാൽ സിനിമാക്കാരാകുമ്പോൾ കുറച്ചുകൂടെ ക്യൂരിയോസിറ്റി ഉണ്ടാവും ആളുകൾക്ക് കേൾക്കാൻ. അപ്പം ഞാൻ അവളുടെ വേർഷൻ ഓഫ് എന്നെ ഞാൻ അവളുടെ ഫ്രണ്ട്സിന്റെ വായിന്ന് കേട്ടപ്പോൾ ഞാൻ സീരീസ് ചെയ്യാൻ പോവാ. പേര് കേട്ടു ഞാൻ, ഡിവൈൻ രാധ എന്നാണ് അതിന്റെ പേര്. സീരീസിനുള്ള കണ്ടന്റ് ഉണ്ട്, ടു ബി വെരി ഫ്രാങ്ക്. അത് ഭയങ്കര എക്സൈറ്റിംഗ്. അത് പിന്നെ അടുത്ത ഇന്റർവ്യൂവിൽ പറയാം. ഡിവൈൻ രാധ നല്ലതല്ലേ? ശരിക്കും അങ്ങനെ അത് പറയുമ്പോഴേ ഈ നോർമൽ സിനിമാ താരങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ വളരെ എക്സ്ക്ലൂസീവ് ആണ്. ലൈഫിൽ എന്ത് സിനിമയിലാണോ? ഓക്കെ, എന്നാ 2 കുറ്റം പറഞ്ഞേക്കാന്ന് പറയും. സിനിമ എന്ന് പറയുന്ന ഒരു ജോബ് നമ്മുടെ പാഷൻ അനുസരിച്ച് പോകുന്നതായിരിക്കും, അതൊരു ജോലി തന്നെയാണ്. പക്ഷെ നാട്ടുകാരോട് പറയുമ്പോൾ സിനിമയാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നതിന് കുറെ ആൾക്കാർ വെറുതെ ഒക്കെ കാണുന്ന ആൾക്കാർ ചോദിക്കായിരുന്നു സുഖാണോ അങ്ങനെയൊക്കെ. ഇതിന്റെ പെട്ടെന്നില്ലാത്തൊരു കെയറിങ്. അപ്പം ഓക്കെ അല്ലേ എന്നൊക്കെ. അതായത് അത് വന്നോടുകൂടെ ഞങ്ങളെ ജോലിയൊക്കെ പോയിട്ട് ഞങ്ങൾ ആകെ പാപ്പരായി എന്നുള്ളൊരു ചിന്താഗതിയാണ്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കഞ്ഞി എടുക്കട്ടെ മാണിക്കാന്നുള്ള സീൻ. ശരിക്കും അതൊരു നെഗറ്റീവ് ആയിട്ട് ഏതെങ്കിലും പോയിന്റ് തോന്നിയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് തോന്നിയില്ല. കാരണം എൻ്റെ ബിഗിനിങ് ഓഫ് ദ ടൈം കരിയർ ഇന്റർവ്യൂവിനൊക്കെ എനിക്ക് പറ്റിയ പ്രശ്നങ്ങളും ഞാൻ അക്നോളജ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അത് എല്ലാം റെക്കോർഡ്സ് ആണ്. അപ്പം അതുകൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞത് എനിക്ക് എവിടെയും പറയാൻ പറ്റില്ല. സോ അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഏനോ ആരെങ്കിലും എന്ന് ചോദിച്ചാൽ അന്ന് ഞാനിത് പറഞ്ഞാണല്ലോ, ഓൾറെഡി ഞാനിത് സംസാരിച്ചാണല്ലോ എന്ന് പറഞ്ഞ് എനിക്ക് അങ്ങനെ എല്ലാം സ്കിപ്പ് അടിച്ച് വിടാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. സിനിമയിൽ നല്ലൊരു ഇൻഡസ്ട്രി തന്നെയാണ്. ഉറപ്പായിട്ടുമാണ്. നമ്മളെങ്ങനെ അതിനെ നോക്കിക്കാണുന്നു, നമ്മളെങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും. നമ്മളുടെ സേഫ്റ്റി നമ്മളാണ് ഉറപ്പ് വരുത്തേണ്ടത്. പിന്നെ നമുക്ക് സേഫ് അല്ല എന്ന് തോന്നുന്ന അറ്റ്മോസ്ഫിയറിൽ നിന്ന് നമ്മൾ വിട്ടുപോവുക, മാറിപ്പോവുക, അതൊക്കെ നമ്മളുടെ കയ്യിലാണുള്ളത്. ലൈക്ക് വേറൊരാൾ നമ്മളടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നമ്മളും കുറച്ച് റെസ്പോൺസിബിൾ ആണ്. അത് ചൂഷണം എന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. ശരിയാവും, ഒരാളെ ചൂഷണം ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവും. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് നിന്നിട്ട് അവിടെ എത്തി കഴിയുമ്പോഴേക്കും ആ ആഗ്രഹത്തെ ചൂഷണം ചെയ്യുന്ന പോലെയാണ് എനിക്ക് പേഴ്സണലി ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്ന. അതെ, ചൂഷണം ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ അത് നമ്മളാണ് അത് തീരുമാനിക്കേണ്ടത്. നമുക്ക് ആ വഴി തിരഞ്ഞെടുക്കണം. കാരണം ഇപ്പൊ നമുക്ക് എന്തും ചെയ്ത് സിനിമ ചെയ്യാന്നുള്ളതാണെന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു എത്തിക്സ് ഇല്ലാത്ത പോലെയാണ്. സിനിമ ചെയ്യണം, പക്ഷെ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ലൈഫ് കൊണ്ടേ കളയാന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അത്ര. എനിക്കത് സാക്രിഫൈസുകൾ നടത്താം. ഈ പറഞ്ഞ പോലെ കുറെ ആർട്ടിസ്റ്റുകളുടെ പുറകെ നടന്ന് ഡേറ്റിന് വേണ്ടി കഷ്ടപ്പെടാം. നമ്മൾ റോളുകൾ ഒരുപാട് എടുത്ത് ചോദിക്കാം. നമുക്ക് ചിലപ്പോൾ ഇപ്പൊ എനിക്കൊക്കെ ഇങ്ങനെ അവസരങ്ങൾ അത് ചെയ്തേ പറ്റുള്ളൂ. അത് സിനിമയിൽ നെസസറിയാണ്. പിന്നെ എനിക്കൊക്കെ റോളൊക്കെ ചോദിക്കാൻ ഭയങ്കര മടിയായിരുന്നു ആദ്യ ആളുകളുടെ അടുത്ത്. കാരണം നമ്മളെന്തെങ്കിലും ചോദിക്കുമ്പോഴേക്കും ഇവരെന്തെങ്കിലും തിരിച്ച് ചോദിക്കുക. അതുകൊണ്ട് പിന്നെ അത് ഇനീഷ്യേറ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോദിക്കില്ലായിരുന്നു. പക്ഷെ നമ്മൾ പൊളൈറ്റായിട്ട് നമുക്ക് ഫ്രീഡം ഉള്ള ആളുകളുടെ അടുത്ത് നമ്മൾ ചോദിച്ചാലേ നമുക്ക് റോളുകൾ കിട്ടുള്ളൂ. അപ്പൊ അത് നെസസറിയാണ് സിനിമയിൽ. അത് ആ രീതിയിൽ അങ്ങനെ പോട്ടെ. അതെ, അത്രേ ഉള്ളൂ. അതെ, അതാണ്. ഞാൻ കണ്ടതാ സാറേ, ചിലപ്പോൾ സെറ്റിൽ ലേറ്റ് ആയി വരാറുണ്ട്. ഒരാളാവാം, ഒരു ആക്ടർ ആവാം, സ്വയം ആവാം. ചിലപ്പോൾ സെറ്റിൽ ലേറ്റ് ആയി വരാറുണ്ടെന്നോ? ഈ സെറ്റ് ആവുന്നില്ല, ഈ സെറ്റ് ആവാം. ആരെ വേണമെങ്കിലും പറയാലേ. ഞാൻ ആലോചിക്കാം. ചിലപ്പോൾ സെറ്റിൽ ലേറ്റ് ആയിട്ട് വരുന്നത്. എന്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാരൊന്നും അങ്ങനെ എനിക്ക് പോസ്റ്റ് തന്നിട്ടില്ല.
ആരുമില്ല. ഇല്ല എൻ്റെ ഇതിലില്ല കേട്ടോ, അറിവിലില്ല. ചേട്ടൻ ഒരുപാട് പേരുണ്ട്. ഒരെണ്ണം അത് പറഞ്ഞാലത് എന്റെ ജീവിതത്തിൽ കൊതിയുണ്ട്. ജീവിതം സ്ത്രീകളാകുമ്പോ അടിവരെ കിട്ടില്ല. ജെൻഡർ പ്രശ്നമുണ്ട്. പലരുണ്ട്. അതൊരു എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അത് നമുക്ക് ആരെയും നിർബന്ധിച്ച് മാറ്റാനൊന്നും പറ്റില്ല. ആ ഒഴുക്കിനങ്ങ് അതിന്റെ ഭാഗമാണ്. പലരും പലതരമാണല്ലോ. ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് വരുന്ന വലിയ ആൾക്കാർ വരെ ഉണ്ട്. ഇവിടെ പിന്നെ ഞാൻ നേരത്തെ വരുമായിരുന്നു. എല്ലാരും വരും, ഞാൻ വരുമ്പോ എല്ലാരും ഉണ്ട്. ഇവിടെ ആകെ ഒരു 7 days അങ്ങനത്തെ ഉള്ളായിരുന്നു അല്ലേ, എനിക്ക് 7 or 8 days വർക്കേ ഉള്ളായിരുന്നു ഇവിടെ. പിന്നെ ഞാൻ കണ്ടതാ സാറേ ഇന്റർവ്യൂവിൽ കള്ളം പറയുന്നത്. ഞാൻ പലപ്പോഴും ഞാനത് മാത്രമേ കാണുന്നുള്ളൂ. ആരെങ്കിലും ഒന്ന് പേരൊന്നും പറയാൻ പറ്റില്ല. ഉണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്, പലപ്പോഴും കണ്ടിട്ടുണ്ട് ഞാൻ. അതെ അതെ അതെ, ഇഷ്ടം പോലെ. ഉദാഹരണത്തിന് ഞാൻ ഞാൻ അങ്ങനെ കള്ളം പറയുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇല്ലല്ലോ. എന്നിട്ടും കള്ളം പറയുന്നുണ്ടെങ്കിൽ നല്ല നടിയാണ്. ഇല്ല ഇല്ല. ഇന്റർവ്യൂവിൽ കള്ളം പറയുന്നതോ തീർച്ചയായിട്ടും പറയുമായിരിക്കുമല്ലോ. കാരണം ഈ പറയുന്ന കണക്ക് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും ഒരു കള്ളമാണോ ഇല്ലയോ എന്ന് അറിയാം. ഒന്നിൽ അവരുമായിട്ട് നല്ലൊരു ചെയ്യണം, അല്ലെങ്കിൽ ഒരു നല്ല പരിചയം വേണം അവരുമായിട്ട്. അയ്യോ, എന്റെ ഇന്റർവ്യൂ ഇന്നാണ് ആദ്യമായിട്ട് ഞാനൊരു ഇന്റർവ്യൂവിന് വരുന്നത്. അതുകൊണ്ട് ഇതുവരെ ഇവിടെ ഇനി ഇതുവരെ പറയാൻ പറ്റിയില്ല. ഇനി അങ്ങോട്ടുള്ള ഇന്റർവ്യൂസില് അതുകൊണ്ട് തുടങ്ങിയിട്ടില്ല. അതെ, കള്ളം പറയാൻ പ്രൊമോട്ട് ചെയ്യുക. ഞാൻ കണ്ടതാ സാർ, എനിക്ക് പറഞ്ഞു വെച്ച റോൾ അവസാന നിമിഷം കൈവിട്ട് പോയത്. അവസാന നിമിഷം അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഞാനത് കണ്ടില്ലെന്ന് നടിക്കും. സീസറിനുള്ളത് സീസറിനും വേറെ ആർക്കുള്ളത് വേറെ ആർക്കും എന്നല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ വെരി കോമൺ. ഏതെങ്കിലും ആഗ്രഹിച്ച് ഈ കഥാപാത്രം എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് നമ്മൾ കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്ത് ഞാൻ ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ജെയിംസ് ആൻഡ് ആലിസിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ റോളൊക്കെ ഞാൻ ഒരു ദിവസം പോയി ഷൂട്ട് ചെയ്തിട്ട് ആ റോളേ ഇല്ല. മേ ബി സിനിമയുടെ ലെങ്ത് കൂടിയത് കൊണ്ട് ആ പോർഷൻ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ട് കട്ട് ചെയ്തായിരിക്കും. പക്ഷെ ഒബ്വിയസ്ലി നമ്മൾ എക്സ്പെക്ട് ചെയ്യല്ലോ. എനിക്ക് ഇങ്ങനത്തെ കാര്യത്തിൽ ഒരു റിഗ്രറ്റോ സങ്കടമൊന്നും ഇല്ല കേട്ടോ. ചിലപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല, ഇപ്പോഴും എനിക്ക് അതിനൊരു റീസൺ ഉണ്ട്. ലെങ്ത് കൂടുന്നതുകൊണ്ട് ആ സീനായിരിക്കും കളയാൻ പറ്റുന്നത്. അപ്പോൾ അവർക്ക് അയ്യോ മെറീന ബീച്ചിൽ വന്ന് ഒരു ദിവസം അഭിനയിച്ചിട്ട് പോയത് അതുകൊണ്ട് വെക്കാൻ തോന്നൂലല്ലോ. അങ്ങനെയുള്ളതുണ്ട്. പിന്നെ ആൾക്കാരെ ചേഞ്ച് ചെയ്തിട്ട് അങ്ങനെ എന്നിലേക്ക് വന്ന സിനിമകൾ മാറിപ്പോയിട്ടുണ്ട്. ചിലപ്പോൾ ബെറ്റർ കാസ്റ്റിംഗ് നടന്നിട്ടുണ്ടാവാം. പിന്നെ പൃഥ്വിരാജിന്റെ കൂടെ ഒരു സിനിമ ഇനീഷ്യലി പണ്ട് എബിയൊക്കെ ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആ പ്രൊജക്റ്റേ നടന്നില്ല. പക്ഷെ ആ പ്രൊജക്റ്റിൽ ഞാനാണ് പെയർ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന്റെ കംപ്ലീറ്റ് ഡിസ്കഷൻ ഒക്കെ കഴിഞ്ഞ് ഒരു പോയിന്റ് എത്തിയിട്ടാണ് അത് ഡ്രോപ്പ് ആവുന്നത്. അപ്പൊ ഞാൻ പോയി അടുത്തത് നോക്കാം. നല്ല ക്വാളിറ്റി ആട്ടോ കാരണം പലരും ഇങ്ങനെ ഇത് കേൾക്കുമ്പോഴേക്കും ഒന്ന് ഡൗൺ ആയി എനിക്ക് ആ സീനില്ല കേട്ടോ. എനിക്ക് അങ്ങനത്തെ ഒരു വിഷമമില്ല. എന്താവോ എനിക്ക് സത്യമായിട്ട് എനിക്ക് അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ലാന്നേ. കാരണം എന്താ, വേറൊരു കേസ് എന്ന് പറഞ്ഞാൽ സിനിമയിലുള്ള ഒരു കാര്യം നമ്മൾ റിയാലിറ്റി എത്ര നേരത്തെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നു അത്രയും പീസ്ഫുൾ ആയിരിക്കും നമ്മൾ. ചിലവർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. അതാണ് സിനിമയുടെ പരിപാടി. ടാലന്റ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി ഫാക്ടർ മാത്രമാണ്. ലക്ക് എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ട്. പിന്നെ നമ്മൾ ഒരു ഗ്രൂപ്പിലോ അല്ലെങ്കിൽ നമുക്ക് സെറ്റ് ഓഫ് നല്ല സുഹൃത്തുക്കൾ വേണം സിനിമയിൽ, നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ ആൾക്കാർ വേണം. ഇതെല്ലാം നാച്ചുറലി ഉള്ള കാര്യമാണ്. ഇപ്പം ഞാൻ എല്ലാ സ്ഥലത്തും പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ ഒരു സ്കൂളിലൊരു ബർത്ത്ഡേ അല്ലെങ്കിൽ ക്ലാസ്സിലൊരു ബർത്ത്ഡേ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് വരുൺ ചേട്ടൻ. അപ്പം സൂര്യയുണ്ട്. അപ്പോൾ സൂര്യനെ അത്ര വലിയ ഫ്രണ്ടാണ്. അപ്പം ഞാൻ സൂര്യക്ക് ഒരു മിഠായി കൊടുക്കുമ്പോൾ വരുൺ ചേട്ടൻ ചിലപ്പോൾ ഞാൻ 2 മിഠായി കൊടുക്കും. അത് ബിക്കോസ് നമ്മൾ അത്രയും ക്ലോസ് ഫ്രണ്ട്സ് ആയതുകൊണ്ടാണ്. അപ്പം അത് തന്നെയാണ് എല്ലാ മേഖലയിലും ഉള്ളത്. സിനിമ അതുപോലെയാണ്. അപ്പം ചിലവർക്ക് ശരിയാവും. അപ്പം ഞാൻ ആദ്യം മുതലേ എനിക്കിത് ശരിയാവില്ല എന്ന് വിചാരിക്കുന്നത്. അപ്പം എനിക്കിത് ശരിയാവുന്ന കിട്ടുന്ന വർക്കുകളൊക്കെ എനിക്ക് ലോട്ടറിയാണ്, ബോണസാണ്, ആഡഡ് ബോണസാണ്. അപ്പോൾ കരിയർ ഇപ്പം എനിക്കൊരു 10 years ആയി. പക്ഷെ ഇത്രയും 10 year വരെ ഒന്നും പോകാൻ പറ്റുമെന്ന് സത്യത്തിൽ ഞാൻ വിചാരിച്ചിട്ടില്ല. സ്വപ്നം കണ്ട ഒരു യാത്രയിലൂടെയാണ് ഇപ്പോൾ. ഞാൻ സ്വപ്നമേ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ലൈക്ക് യുനോ ഞാൻ ഇത് വണ്ടിയിലാണ് ഏതോ വണ്ടിയിൽ കയറി ഞാൻ ഇരിക്കുകയാണ്, അങ്ങോട്ട് പോവുണ്ട് എന്നുള്ളതേ ഉള്ളൂ.
ശരിക്കും ഇന്ദ്രേട്ടനോട് ഒരു രണ്ടാമത്തെ ചിത്രമാണല്ലോ ഇത്. അതെ അതെ അമർ അക്ബറിന് ശേഷം. അതെ ശരിക്കും പറയാം ആ സിനിമയിലെ ഏതൊരു സീൻ പറയുമ്പോഴും മെറീനയുടെ സീൻ പറയുമ്പോഴേക്കും ഫസ്റ്റ് മൈൻഡ് വരുന്ന ആ പാട്ടാണ്. അത് ഞാനാണെന്ന് കുറെ ആൾക്കാർക്ക് അറിയില്ലായിരുന്നു. അതെനിക്ക് തോന്നുന്നു മിക്ക ആൾക്കാർക്കും അറിയില്ല എപ്പോഴും അത് ഞാനാണെന്ന്. ആ എനിക്ക് പിന്നെ അങ്ങനെ ഒരു ഗുണമുണ്ട്. ഷൂട്ടിനിടയ്ക്ക് ഷൂട്ട് തുടങ്ങി കഴിഞ്ഞാൽ മെറീനെ അതിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്. കുറെ ഓപ്ഷൻസ് ഇങ്ങനെ മാറി മെറീനെ കാസ്റ്റ് ചെയ്ത സമയത്ത് ഇങ്ങനെ ഇന്ദ്രജിനോട് പറഞ്ഞു, ഞാൻ മെറീനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, കടുവായി കടുപിടിക്കുന്ന ആ സീൻ അത് മെറീനയാണ്. പുള്ളി പറഞ്ഞാൽ ഞങ്ങൾ ആ സീൻ പോപ്പുലർ ആണ്. അതെ ആ സീൻ PR കുറച്ച് നന്നായിട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷെ ഞാനാണ് ചെയ്തത് എന്നുള്ളത് ഞാൻ എന്നെ പറഞ്ഞ് സർക്കിളിട്ട് കാണിച്ചു കൊടുത്താൽ മാത്രമേ ആൾക്കാർക്ക് മനസ്സിലാവുള്ളൂ. അപ്പം അന്ന് ഈ പറഞ്ഞ പോലെ സിനിമ തുടക്കമാണ്. മോഡലിംഗ് ഒക്കെ കഴിഞ്ഞ് ഭയങ്കര അഹങ്കാരം പിടിച്ച സമയം ഉണ്ടാവുമല്ലോ, മറ്റേ ഞാനാണ് വലിയ മോഡൽ എന്നൊക്കെയുള്ള സാധനം. കാരണം വളരെ കുറച്ച് മോഡൽസേ അന്നുള്ളൂ കൊച്ചിയിൽ. അപ്പൊ അതിൽ മുടി കാരണമൊക്കെയാണ് എനിക്ക് എൻട്രി കിട്ടിയത്. അപ്പൊ ഞാൻ ആ മോഡലിംഗിൽ നിന്നും സിനിമയിൽ വരുമ്പോൾ കുറേ സ്റ്റാർസ്, അതായത് ജയസൂര്യ, ഇന്ദ്രജിത്ത്, പൃഥ്വിരാജ്. അതിൽ ഫസ്റ്റ് ഇന്ദ്രജിത്തിന്റെ കൂടെ. അപ്പൊ പുള്ളീനെ ഇങ്ങനെ നേരിട്ട് അടുത്ത് കാണാം. അപ്പൊ അതിലൊരു സീനുണ്ട്, ഫസ്റ്റ് വന്നിട്ട് ഹായ് ആന്റണി എന്ന് പറഞ്ഞിട്ട് ഹഗ് ചെയ്യും. അപ്പൊ ഹഗ് ചെയ്യുമ്പോൾ പുള്ളി ഒരു സ്റ്റാർ ആണല്ലോ, പുള്ളി വളരെ കാഷ്വലായിട്ട്. അപ്പൊ ഞാൻ അങ്ങനെ കുറെ നമ്മൾ നോക്കി അഡോർ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷൻ ആയിരുന്നു. അധികം സംസാരിച്ചിട്ടൊന്നുമില്ല. പിന്നെ നാദൃശിക്കായിട്ടാണെങ്കിൽ ആരുമായിട്ട് അങ്ങനെ ഒരുപാട് കോൺവെർസേഷൻസ് ഇല്ല. പിന്നെ ഈ സിനിമ വന്നപ്പോഴാണ് കുറച്ചെങ്കിലും ഞങ്ങളൊന്ന് സത്യമായിട്ട് സംസാരിക്കുന്നത്. ഇന്ദ്രൻ സാറിന് ഒരുമാതിരി സൈലന്റ് ആണ് എപ്പോഴും. ക്യാരക്ടർ പുള്ളിക്കാരൻ എപ്പോഴും സൈലന്റ്. സെറ്റിൽ അങ്ങനെ തന്നെയാണല്ലോ എപ്പോഴും. അങ്ങനെ ഒരുപാട് സൈലന്റ് അല്ല, ഇച്ചിരി വയലന്റ് ആണ്. പുള്ളി നന്നായിട്ട് ഇൻവോൾവ് ചെയ്തു സിനിമയിൽ. എനിക്കറിയില്ല എല്ലാ സെറ്റും എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷെ ഈ പടം നന്നാവണമെന്നുള്ളൊരു ഒരു ചിന്താഗതി പുള്ളിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ പുള്ളി ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്താലും ഇങ്ങനെ ഒരുപാട് ഡിസ്കഷൻസ് ഒരുപാടുണ്ടായിരുന്നു. ഇടയ്ക്ക് ഒരു സ്ഥലത്ത് ഞങ്ങൾ തർക്കിച്ചിട്ട് പോലും ഉണ്ട്. ഒരു സംഭവം അതെന്ന് വെച്ചാൽ ശരിയാവില്ലെന്ന് പറഞ്ഞാൽ അവരെല്ലാം അങ്ങനെ വേണം എന്ന് പറഞ്ഞ് തർക്കിച്ച് ഇങ്ങനെ ഈ ഒരു മൂഡിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ അൾട്ടിമേറ്റ്ലി അതൊരു നല്ല പ്രൊഡക്റ്റിലേക്കാണ് എത്തിയത്. അപ്പോൾ അതെ, എനിക്ക് പുള്ളി അങ്ങനെ വലിയ സൈലന്റ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അടിപൊളി. പക്ഷെ ഭയങ്കര ഇൻവോൾവ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ചെയ്യുന്ന വർക്കിൽ. അതിനെക്കുറിച്ച് മാത്രമാണ്, വേറെ കാര്യങ്ങളൊന്നും പുള്ളി ഇടപെടില്ല. പക്ഷെ അതിൽ ഭയങ്കര ഇൻവോൾവ് ആണ്. നമ്മളെ പാട്ടിലോട്ടൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് മെറീന ഒരു പാട്ട് പാടിയാൽ അല്ലേ? ആദ്യം നീ ഹെയർ കട്ട് എവിടുന്ന ചെയ്തെന്ന് പറ. എന്ത് ഹെയർ സ്റ്റൈലാ അത്? ആരോ കട്ടോ? പക്ഷെ അതെന്താ ഓക്കെ, കൊള്ളാം, നൈസ്. ഒരു ഫോർമൽ ലുക്കിൽ ഒരു ആരോ കട്ട്. ഞങ്ങള് ഗ്രൂപ്പ് സോങ് പാടാം, അതെല്ലാം നല്ലത്. എന്നാലും മതി. ഏതാ പാട്? അതുവരെ കരയാൻ തുടങ്ങി. തുറക്കരുത് ചെയ്ത് പാടരുത്. സാധാരണ നമ്മൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടല്ലേ പഠിക്കാൻ. അങ്ങനെ ഇതുവരെ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചിട്ടില്ല. ഒന്ന് പാടും. ഇതൊരു അങ്ങനെയല്ലേ, ഒരുമിച്ച് പാടാം. ഏതാ പാട്ട് പാടിക്കോ? അറിയാവുന്ന എല്ലാവർക്കും അറിയുന്ന ഒരു പാട്ട് ഏതാ? എനിക്കറിയാൻ പാടില്ല. എന്നാലും ഏത് പാട്ടാ? അതെ, ഏത് പാടിയാലും പാടുമല്ലേ? സുന്ദരിയെ അറിയാം. തുടങ്ങിയിട്ടാ ഞാൻ കൂടാ. ഏത് സുന്ദരിയേവാ? സുന്ദരിയേവാ എല്ലാവരും അതെ, ഇതൊക്കെ ഒരു അനുഭവല്ലേ? ഇതൊക്കെ രസമല്ലേ? അപ്പൊ നമ്മുടെ സിനിമയിലേക്ക് വരുവാണ്. സിനിമ 22-ാം തീയതി റിലീസ് ആവുകയാണ്. അപ്പൊ ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും. ചേട്ടന്റെ ഫസ്റ്റ് സംരംഭമാണ്. അപ്പോൾ എന്തൊക്കെയാണ് പ്രതീക്ഷകൾ? കുറച്ചുകൂടെ എന്തൊക്കെയാണ് പറയാനുള്ളത്? സിനിമ ബേസിക്കലി ത്രില്ലർ മൂവിയാണ്. പക്ഷേ ആ ത്രില്ലറിനെ നമ്മൾ പറഞ്ഞു പോയിരിക്കുന്നത് ഹ്യൂമറിൽ കൂടെയാണ്. ഒരുപാട് ഹ്യൂമർ സിറ്റുവേഷൻസിൽ കൂടെയാണ് കഥ പോകുന്നത്. ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ഉണ്ട് കഥയിൽ. പിന്നെ തിയേറ്ററിൽ പോകുന്ന പ്രേക്ഷകർക്ക് ധൈര്യമായിട്ട്
ഫാമിലിയായിട്ട് പോയി പോപ്കോണൊക്കെ വാങ്ങിച്ച് എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയൊരു സിനിമ. തീർച്ചയായും. ഇപ്പോൾ നമ്മുടെ റൈറ്റർ ഇതേപോലെ പുള്ളിയോട് ഒരാൾ വിളിച്ച് ചോദിച്ചു, എടാ ഇങ്ങനെ പടം ഇങ്ങനെ പുള്ളി ഇതേ പറഞ്ഞു, ഇങ്ങനെ ഫാമിലിയായിട്ട് ഒരു പോപ്കോൺ ചോദിച്ച് കാണാൻ പറ്റുള്ളൂ. അപ്പം മറ്റേ ആൾ പറഞ്ഞു, അല്ല ഞാൻ പോപ്കോൺ ഒന്നും അങ്ങനെ കഴിക്കാറില്ല, നീ പോപ്കോൺ കഴിക്കണ്ട, എന്നാലും എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ പറ്റിയൊരു സിനിമയാണ്. പിള്ളേരുടെ കുട്ടികളായിട്ടൊക്കെ പോകാം, എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. നല്ല രസമുള്ളൊരു സ്ഥലം. അത് പൈസ നഷ്ടം വരില്ല. അതെ, മുടക്കുന്ന കാശിന് വർത്താണ്. പടം ഗംഭീരമാണെന്ന് നമ്മളല്ല പറയേണ്ടത്, ഓഡിയൻസിന്റെ. എന്തായാലും നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ. സൂര്യ, എന്തൊക്കെയുണ്ട് പ്രതീക്ഷകൾ? തുടക്കമാണ്. ഭയങ്കര പ്രതീക്ഷയിലാണ് സത്യം പറഞ്ഞ. 22-ാം തീയതി ഈ പറയുന്ന കണക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. കാരണം പടം നല്ല രീതിയിൽ ഓടി, എല്ലാ ആളുകളും പ്രേക്ഷകരെല്ലാം ഞങ്ങളെ എല്ലാവരെയും 2 കൈ നീട്ടി സ്വീകരിച്ച് ഇത് നല്ലൊരു വിജയമാവട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുകയാണ്, പ്രേക്ഷകരുടെ കയ്യിൽ. അതെ, ഞാൻ ആക്ച്വലി ഞാൻ പ്രേക്ഷകരുടെ അടുത്തായിട്ടാണ് പറഞ്ഞത്. അവരുടെ കയ്യിൽ ഇരിക്കുകയാണ് എല്ലാം. ഇനി ഞങ്ങളുടെ റോൾ എല്ലാം കഴിഞ്ഞു, ഇനി എല്ലാം അവരുടെ ഇല്ല. അവർ വിചാരിച്ചാൽ മാത്രമേ ഉള്ളൂ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളെല്ലാം. തീർച്ചയായും. അത് പൊതുവെ എല്ലാവരും സ്ഥിരം പറയാനുള്ളൊരു ഇതാണ്, ഇന്ദ്രജിത്ത് ഭയങ്കര ഒരുപാട് ടാലന്റുള്ള ആക്ടറാണ്, മലയാള സിനിമ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതിനുള്ളൊരു മറുപടി ആയിരിക്കും ഈ സിനിമ എന്നാണ് എൻ്റെ പ്രതീക്ഷ. തീർച്ചയായും. ഒരു ഹീറോ എന്നുള്ള രീതിയിൽ ത്രൂ ഔട്ട് പുള്ളിയുടെ പെർഫോമൻസ് ആണ് സിനിമ. ഒപ്പം ബൈജുചേട്ടൻ്റെ ഇളകിയുള്ളൊരു കോമഡി അഴിഞ്ഞാട്ടം, ഇതാണ് സിനിമ. തീർച്ചയായും പ്രഷർ എൻജോയ് ചെയ്യുന്ന ഒരു നല്ലൊരു സിനിമ ആവട്ടെ. സൂര്യ, നമ്മൾ ചോദിക്കാനായിട്ട് വിട്ടുപോയ കാര്യമായിരുന്നു. കാരണം നോർമലി ആദ്യത്തെ സിനിമ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ. അപ്പം സ്റ്റാറ്റസ് ഇടുന്നു, സ്റ്റോറി ഇടുന്നു, റീൽ ഇടുന്നു, ആ സാധനം ഉണ്ടാവുമല്ലോ. ഇത് ഞാൻ കുറച്ചു മുമ്പ് പ്രോഫൈൽ കണ്ടായിരുന്നു, അപ്പോൾ അങ്ങനെയൊന്നും കണ്ടില്ല. എന്തുകൊണ്ടാണ്? സിനിമ കാണുമ്പോഴാണ് ഇല്ല, ഞാനത് ഇടാന് ഇനി സത്യം പറഞ്ഞ ഞാൻ ഇതിന്റെ പ്രിവ്യൂ ഒന്നും കണ്ടില്ലല്ലോ. അപ്പൊ ഇനി ഞാൻ ഉണ്ടോ മീൻസ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സാറിന്റെ വിളിച്ച് ചോദിക്കും. അല്ല, ഞാൻ ഇത് റിലീസ് അനൗൺസ് ചെയ്തോടനെ ഞാൻ അരുൺ സാറിനെ വിളിച്ചു, സാറേ പിന്നെയോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്റെ സീൻസ് എല്ലാം ഉണ്ടല്ലോ അല്ലേ, കട്ടെങ്ങാനും ചെയ്ത് പോയിട്ടുണ്ടോ? ഇല്ല സൂര്യ, എല്ലാം ഉണ്ട് എന്നാലും ഞാൻ ചോദിച്ചാൽ ധൈര്യമായിട്ട് ഇടാമല്ലോ. പിന്നെ എനിക്ക് പ്രിവ്യൂ കണ്ടിട്ടില്ല, പിന്നെ എന്താണെന്ന് അറിഞ്ഞൂടാ. എനിക്ക് ഇപ്പോഴും സത്യം പറഞ്ഞ കുറച്ച് മുമ്പും കൂടി ഞാൻ വന്ന് ചോദിച്ചു, വിശ്വാസമുണ്ട്. എന്നിട്ട് ഞാൻ ഇന്ന് രാവിലെ കൂടി ഞാൻ ചോദിച്ചായിരുന്നു, എല്ലാ സീൻസും ഉണ്ടല്ലോ? എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ധൈര്യമാണ് ഇപ്പൊ, ആ ഒരു സന്തോഷത്തിലാണ് ഇപ്പൊ ഞാൻ. അപ്പൊ ഇതൊരു തുടർക്കഥയാവട്ടെ. എല്ലാ ഇന്റർവ്യൂസിലും എല്ലാ സിനിമകളിലൊക്കെ പല കഥാപാത്രങ്ങളായി നിലനിന്ന് മലയാളികളുടെ ഉള്ളിൽ നിൽക്കുന്ന ഒരു നായികയെ മാറട്ടെ. തീർച്ചയായിട്ടും. എന്നോട് എന്താ പറയാ, ഉപദേശിക്കാൻ പോവാണോ? ഉപദേശം കിട്ടിയില്ലെന്ന് അതെ, സാധാരണ എനിക്ക് ആരും തരാറില്ല. എന്നാലും കണ്ട സ്വപ്നങ്ങളിൽ വെച്ച് ഏറ്റവും മനോഹരമായ സ്വപ്നം ഏതായിരിക്കും മെറീനയ്ക്ക്? റിയൽ ലൈഫ് സ്വപ്നം കണ്ടതിൽ ഏറ്റവും മനോഹരമായ സ്വപ്നം? അങ്ങനെ സ്വപ്നം നടന്നിട്ടൊന്നുമില്ല. സ്വപ്നങ്ങൾ കാണാറുണ്ട്, പക്ഷെ ഞാൻ പറയാം അങ്ങനെ വലിയ അംബീഷ്യസ് കോമ്പറ്റേറ്റീവ് മോഡുള്ള ഒരാളല്ല. ചെയ്യുന്ന വർക്കുകൾ നന്നായിട്ട് ചെയ്യാൻ പറ്റണം, അത് അത്യാവശ്യം ആളുകളിലേക്ക് എത്തണം എന്നുള്ളത്. ഇപ്പം ഇതാണെങ്കിൽ പോലും ഞാൻ വിചാരിക്കുന്നത് പ്രൊഡ്യൂസർക്ക് പൈസ മുഴുവൻ തിരിച്ചു കിട്ടി, വരുൺ ഒരു പുതിയ ഡയറക്ടർ എന്നുള്ള രീതിയിൽ നല്ലൊരു കരിയർ വരുണും ബിൽഡപ്പായിട്ട് പുള്ളിക്ക് നല്ലൊരു കരിയർ വരണം എന്നുള്ളതാണ്. കാരണം ഇപ്പം ഇന്ദ്രേട്ടനാണെങ്കിൽ എല്ലാവരും ഇൻഡസ്ട്രിയിൽ ഓൾറെഡി ഉള്ള ആളുകളാണ്. ഇപ്പം കരിയർ തുടങ്ങുന്ന ആളുകൾ അല്ലെങ്കിൽ ഇപ്പം എന്നെപ്പോലെ ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇനി ഇങ്ങോട്ട് പടങ്ങൾ വന്നാലേ ഇതൊക്കെ ഹിറ്റായാലേ ഇനിയും സിനിമകളുള്ളൂ ഞങ്ങൾക്ക്. അപ്പം അത് എല്ലാവർക്കും ഇതേപോലെ ഈക്വലി ഹെൽപ്ഫുൾ ആവണം. പ്രൊഡ്യൂസർ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാതെ ഇനിയും സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്യാനുള്ളത് പുള്ളിക്ക് സാധിക്കണം എന്നുള്ളതൊക്കെയാണ് എൻ്റെ ഒരു ഹോപ്പ്. അല്ലാതെ അങ്ങനെ വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. ജീവിതത്തിൽ നാളെ തട്ടിപ്പോന്ന് അറിയില്ല. എന്നിട്ട് ഞാൻ എന്ത് സ്വപ്നം, എനിക്ക് അങ്ങനത്തെ ഒന്നുമില്ല. അല്ല, പറയാൻ പറ്റില്ല. ചിലപ്പോ തട്ടിപ്പോയാലോ, എന്തിനാ വെറുതെ ഇത്ര പ്ലാൻ ചെയ്ത് നിൽക്കണം. എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ഞാൻ നിങ്ങൾ സംസാരിക്കുന്നത് വേറൊരാളോടാണ്. എനിക്ക് അങ്ങനെ ഒന്നുമില്ല. അയ്യോ, ഭയങ്കര ഓവർ ഇതോ അല്ലെങ്കിൽ ഭയങ്കര ആംബിഷ്യസ് ഒന്നും അല്ല. സമാധാനം. സമാധാനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സമാധാനം. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇന്ദ്രേട്ടൻ പറയണ്ടായിരുന്നു മൾട്ടി ടാസ്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ മൾട്ടി ടാസ്ക് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു കാര്യം ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് വേറെ എൻ്റെ വർക്കിനെയൊക്കെ അത് ബാധിക്കും. അപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും ഞാൻ വളരെ സമാധാനമുള്ള അന്തരീക്ഷത്തിൽ വളർന്നൊരു കുട്ടിയാണ്. അന്തരീക്ഷം തന്നെയല്ലേ? ഓക്കെ. അപ്പം അതുകൊണ്ട് എനിക്കത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.
അപ്പൊ എന്റെ സമാധാനം കെടുത്തുന്ന എല്ലാരും ഞാൻ തല്ലിക്കൊല്ലും. അവരുടെ സമാധാനം അതെ അങ്ങനെ അതും ഒരു വാർണിംഗ് ആയിട്ട് എടുക്കാവുന്നതാണ്. അങ്ങനെ സമാധാനത്തോടെ തന്നെ ജീവിക്കാൻ പറ്റും. അതെ അതെ അതെ. അപ്പൊ എന്തായാലും 22-ാം തീയതി സിനിമ ഇറങ്ങുവാണ്, ഒരുപാട് സ്വപ്നങ്ങളോടെ ഇറങ്ങുവാണ്. പ്രേക്ഷകർ അത് സ്വീകരിക്കട്ടെ. 100 ദിവസമൊക്കെ സക്സസ്ഫുൾ ആയിട്ട് ഓടി അതിന്റെ ആഘോഷത്തിൽ നമുക്ക് പങ്കെടുക്കണ്ടേ? ഉറപ്പായിട്ട് അടുത്ത ഇന്റർവ്യൂവിൽ ചോദിക്കൂട്ടോ ഞാൻ സിനിമ കണ്ടോന്ന്. എണ്ണി ചോദിക്കണം. പറയണം. തീർച്ചയായും 22-ാം തീയതി ഞങ്ങളും ഉണ്ടാവും. ഒരു വെറൈറ്റി ഹെയർ കട്ട് കേട്ട് ഒരാളവിടെ ഉണ്ടാവും, തിരിച്ചറിയാൻ പറ്റില്ല. അപ്പൊ സിനിമ വലിയൊരു വിജയമാവട്ടെ. ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി തന്നതിന് താങ്ക് യു സോ മച്ച്. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.